നല്ല പകൽ വേളയ്ക്കായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥനാ സമയത്ത് നവീൻ ബ്രദർ ഓർത്ത് പ്രാർത്ഥിച്ചതുപോലെ ഈ 7-ാം മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് സഭയായിട്ട് ഒരുമിച്ച് പ്രിയ റോഷൻ ബ്രദറിന്റെ ഭവനത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സമയത്തിന് ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ദിവസങ്ങൾ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസ്, ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കൾ, സൂമിൽ അറ്റൻഡ് ചെയ്യുന്നവർ ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകി. ഇന്ന് പകൽക്കാലവും വളരെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. ദൈവം നമ്മെ സഹായിച്ചല്ലോ. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ രാത്രിയിൽ കടന്നു വന്നവർക്കറിയാം, ദൈവാത്മാവ് വളരെ വ്യക്തമായി സ്പഷ്ടമായി കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ആവശ്യമായി ദൈവത്തിൻ്റെ ആലോചന കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം നമ്മെ കേൾപ്പിക്കുവാനിടയായി. ഇന്ന് പകലും നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം നാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം: അടിയൻ ഇതാ, അടിയനോട് സംസാരിക്കണമേ. കർത്താവേ, എനിക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന എനിക്ക് നൽകണമേ. ഇന്ന് പകലത്തെ വചനം എനിക്കുള്ളതായി തീരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പകലും ദൈവത്തിൻ്റെ ദാസനെ ദൈവം കരങ്ങളിൽ പിടിക്കുകയും ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന നൽകുവാൻ ദൈവം ബലപ്പെടുത്തുകയും ചെയ്യും. ഈ കാലങ്ങളിൽ കർത്താവ് തൻ്റെ അഭിഷേകത്തിനെ വിവിധ രാജ്യങ്ങളിൽ അയച്ച് കർത്താവ് തന്നിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അതേ രാത്രികാലവും കേൾപ്പാൻ നമുക്കിടയായിത്തീർന്നല്ലോ. കർത്താവിൻ്റെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ ഹൈദരാബാദിൽ തൻ കുടുംബമായി പാർത്തുകൊണ്ട് ദൈവം അയക്കുന്ന രാജ്യങ്ങളിലൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ വേലയിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കൃപ നൽകുന്നു. ഈ രാജ്യത്തും വിവിധ പ്രാവശ്യങ്ങൾ കടന്നു വന്ന് വിവിധ സഭകൾ കടന്നുപോയി ദൈവത്തിന്റെ ആലോചനകളൊക്കെ നൽകുവാൻ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ അഭിഷക്തനെ സഹായിച്ചു. ഇന്ന് പകലും നമ്മോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. തുടർന്നുള്ള സമയത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഈ രാവിലെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധാനത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന ദൈവമക്കൾ, ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തെറ്റുപറ്റാത്ത വചനം കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് വേണ്ടി അയച്ച് നമ്മളെ ശുശ്രൂഷിക്കട്ടെ. ഞങ്ങൾക്ക് ഈ മൈക്രോഫോണിൻ്റെ റോളേ ഉള്ളൂ, ദൈവമാണ് സംസാരിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെയൊക്കെ നാവിനെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിനാണ് പ്രാധാന്യം. ഞങ്ങൾ ദാസന്മാർ മാത്രമാണ്, നിങ്ങൾ മക്കളാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പെർത്തിൽ പണ്ട് ഒരു ഉണർവ് നടന്നപ്പോൾ ആ ഉണർവിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അന്ന് ആ ഉണർവിൽ ദൈവം ഉപയോഗിച്ചത് ഒരു ഗർഭിണിയായ സ്ത്രീയെയാണ്. അവൾ അവിടുത്തെ പാട്ടിൻ്റെ ലീഡറായിരുന്നു. അവളുടെ പാട്ട് ശുശ്രൂഷ അന്ന് ആ മീറ്റിങ്ങിൽ ഒരു പ്രത്യേക നിലയിൽ ദൈവം ആ സ്ത്രീയെ പൂർണ്ണ ഗർഭിണിയായിരിക്കെ തന്നെ അവൾ ആ പാട്ട് ലീഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക അഭിഷേകത്തിലായിരുന്നു. ആ അഭിഷേകം ഒരു ഭയങ്കര സ്പാർക്ക് കൊണ്ടുവന്നു അടുത്ത റിവൈവലിലേക്ക്. പിന്നെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2006 മെൽബോണിൽ നടന്ന യൂത്തിൻ്റെ ഒരു ഭയങ്കര ഉണർവിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. അന്ന് വിവിധ കൾച്ചറിലുള്ള വൈറ്റ് ചർച്ചുകളാണ് അത് സംഘടിപ്പിച്ചത്. വിവിധ ചർച്ചുകളുള്ള യങ്സ്റ്റേഴ്സ്, ദൈവത്തിന് സ്തോത്രം, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആ കോൺഫറൻസിൻ്റെ ഓൾട്ടർ കോൾ ടൈമിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണുകളിൽ കാണാം പുറമേ ബാക്ക് സൈഡിൽ നിന്നും കടന്നു വരുന്ന യൂത്ത്സ് ഓൾട്ടർ കോൾ ടൈമിൽ മുമ്പോട്ട് വരുന്ന വഴിക്ക് തന്നെ മുട്ടുമേൽ വീണ് കരയുന്ന രീതിയിലുള്ള ഒരു ഉണർവ്, ഒരു കൺവിക്ഷൻ സംഭവിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ സിറാലിയോൺ എന്നറിയപ്പെടുന്ന രാജ്യത്ത്, ഒരു മുസ്ലിം കൺട്രിയാണ്, വളരെ ദരിദ്ര രാജ്യമാണ്. സ്ലേവ് ട്രേഡൊക്കെ നടന്ന ഒരു സ്ഥലം. അതുകൊണ്ട് അവിടുത്തെ ക്യാപിറ്റലിൻ്റെ പേര് ഫ്രീ ടൗൺ എന്നാണ്. സിറാലിയോൺ കംസ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക. അപ്പോൾ സിറാലിയോണിൽ കർത്താവിൻ്റെ കൃപയാൽ അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്റ്റേറ്റ് ഹൗസിൽ പോയി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു അവസരം തന്നപ്പോൾ പ്രസിഡന്റിൻ്റെ ഭാര്യ വരുന്ന ചർച്ചാണ് ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കരയുന്ന, അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ, അദ്ദേഹം പ്രസിഡൻഷ്യൽ ചെയറിയിരിക്കുന്നു, അദ്ദേഹത്തിന് അനുവാദം ചോദിച്ച്
ഞങ്ങൾ 3-4 കർത്തദാസന്മാരുണ്ട്. പ്രാർത്ഥിക്കാൻ തന്ന അവസരത്തിൽ ആ വലിയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ദൈവസന്നിധാനത്തിൽ കണ്ണുനീര് വരുന്നത് കണ്ടപ്പോൾ അടുത്ത നിലയിലേക്ക് ദൈവം രാജ്യത്തിനു വേണ്ടി ആ സ്റ്റേറ്റേഴ്സിൽ നിന്നുകൊണ്ട് ദൂത് പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് അടിയങ്ങളുടെ നാവുകളെ തുറന്നു. ഞാനിതൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുമ്പോൾ അതിന് കലർപ്പ് കാണിക്കാതെ അതിൻ്റെ ഒറിജിനൽ ഓതൻറ്റിക് വോയിസായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു തലമുറയാണ് ഞങ്ങൾ. കർത്താവ് ഇടപെടുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ സ്തോത്രം ബിജുബന്റെ ഫാമിലിയുമായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 12-1 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോയേ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓർപ്പിച്ചു, അബ്രഹാം മകനെ യാഗം കഴിക്കാനായിട്ട് മോറിയ ദേശത്തെ ആ മലയിൽ പോകുമ്പോൾ ആ മകന്റെ മേൽ കത്തി വെക്കാനായിട്ട് റെഡിയായി അന്തരീക്ഷത്തിൽ കത്തി വീശുമ്പോൾ പെട്ടെന്ന് ദൈവം സംസാരിക്കുന്നു, ദൂതൻ സംസാരിക്കുന്നു, മകന്റെ മേൽ കത്തി വെക്കണ്ട. ജസ്റ്റ് ഇമാജിൻ ഇഫ് അബ്രഹാം മിസ് ദാറ്റ് വോയിസ് ഓഫ് ഗാഡ്. ആ ദൈവശബ്ദം അബ്രഹാം മിസ് ചെയ്തിരുന്നെങ്കിൽ he would have unfortunately he would have slaughtered his son. അല്ലേ? നിർഭാഗ്യവശാൽ ആ മകനെ കൊന്നുകളയുമായിരുന്നു ആ ശബ്ദം മിസ് ചെയ്തിരുന്നെങ്കിൽ. അല്ലേ? ആ ആരാധന എന്നൊക്കെ പറയുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ടെൻഷൻ പിടിച്ച ആരാധനയാ. കാരണം നെഞ്ചിൽ വേദനയുമായി നിന്നാണ് ആ മകനെ യാഗം കഴിക്കുന്നത്. അപ്പോഴൊക്കെ ദൈവശബ്ദം കേൾക്കണമെങ്കിലൊക്കെ ഫോക്കസ് ചെയ്യണമെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എബ്രഹാം ടു ലിസൺ ടു ദാറ്റ് വെരി വോയിസ് ഓഫ് ദ ഓൾമൈറ്റി ഗാഡ്. ആ വോയിസ് കേൾക്കാൻ തൻ ചെവി തുറന്നാണ് ആരാധനയ്ക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പകലിലും God is still speaking to us. God is always speaking to us. Most of the time we miss the voice of God. ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. I just want to tell you, don't miss the voice of God today. As we gather together in the house of God, God is speaking to you. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. God wants to speak to you. God will speak to you. Get ready to listen to the voice of the Holy Spirit. Hallelujah. ദൈവശബ്ദം കേൾക്കാൻ നമ്മുടെ കാതുകളെ ദൈവം അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒരുപാട് കെയോസ് സിറ്റുവേഷനിൽ ജീവിക്കുന്ന നമ്മൾ, ഒരുപാട് ഡിസ്റ്റർബിംഗ് നോയ്സിന്റെ സറൗണ്ടിങ്ങിൽ ജീവിക്കുന്ന നമ്മൾ, ഒരുപാട് ചലഞ്ചിങ് വോയിസസ്, ഒരുപാട് ബാഡ് ന്യൂസുകളൊക്കെ നമ്മുടെ ചെവിക്കകത്ത് തുളച്ചു കയറുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, God is speaking in the midst of all this, hallelujah, chaos situation. Still God is speaking to us. Hallelujah. Praise the Lord. Amen. I pray that everyone will have the gifting from the Lord. The grace of God will be abounding in your life to be connected with the voice of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദവുമായി ഇന്ന് പകലൊന്ന് കണക്ട് ആകാൻ ദൈവം ഒരു കൃപ പകരട്ടെ. നമ്മുടെ ചെവികൾക്ക് ഒരു അഭിഷേകം പകരട്ടെ. നാം ദൈവശബ്ദം കേൾക്കുന്ന നിലയിലേക്ക് let us be connected to the voice of the Holy Spirit. Let us be disconnected from the voice of the world, from the voice of the enemy, from the voice of fear. Let us be disconnected from every chaos voices, from every bad news of the world. Rather, let us be connected to the voice of Jesus Christ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. Hallelujah. My sheep hear my voice. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന നല്ലയിടയന്റെ വാക്ക്. Hallelujah. Hallelujah. നമ്മുടെ ദൈവത്തിന്റെ ബ്യൂട്ടി അതാണ്. നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തെ ഒന്ന് ഡിസൈൻ ചെയ്ത് കേൾക്കാൻ കൃപ ലഭിച്ചാൽ നിന്റെ ജീവിതം ധന്യമായി തീരും. You never ever fail in your life, because when the moment you are connected to God, your life will never be the same again. Your life going to be awesome, beautiful. Hallelujah. You're going to enjoy an abundant life in the presence of God. ദൈവം പറയുന്ന പോലെ, കർത്താവ് പറയുന്ന പോലെ സമൃദ്ധിയായ ജീവൻ. ഈ വാസ പ്രാർത്ഥനയിലൊക്കെ നമ്മളെ തന്നെ ഒന്ന്
റിപ്പയർ ചെയ്യാൻ, ഒന്നൊന്ന് ഫിക്സ് ചെയ്യാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എൻ്റെ കാതിന് വേണ്ടുന്ന അഭിഷേകമില്ല, ദൈവശബ്ദം കേൾക്കാൻ എൻ്റെ ചെവി ഒന്ന് തുറക്കണമേ, തുറക്കണമേ, തുറക്കണമേ. ഇനിയും ദൈവം സംസാരിച്ചാൽ പോലും തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. പണ്ട് ശൗമേലിന്റെ കാര്യം പറഞ്ഞതുപോലെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, എനിക്ക് പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്യാൻ അറിയത്തില്ല. ലോർഡ്, ലെറ്റ് മീ റെസ്പോണ്ട് ടു ദ വോയിസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ലെറ്റ് മീ റിസീവ് ദ വേ ഐ നീഡ് ടു റിസീവ് ഫ്രം ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ദൈവത്തോട് ഒരു നിമിഷം ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാട്ട്, Lord, I need a special anointing, an exceptional anointing today. Hallelujah. To receive, hear your voice. And from today, Lord, I ask the grace of God in my life for me to connect with the voice of God. There are many noises and voices really messing up with my life in this world, but rather I want to connect with the mighty voice of the Holy Ghost. Hallelujah. I don't want to be same again. I want to be a different person. I want to live a unique life in the presence of God. I want to be an extraordinary child of God. കർത്താവെ, സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പാൻ, കേൾക്കേണ്ടതുപോലെ കേൾക്കുവാൻ, കാണേണ്ടതുപോലെ കാണുവാൻ കർത്താവേ, ആവശ്യമായ ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ തരണമേ. ദൈവവചനത്തെ നന്നായി മനസ്സിലാക്കുവാൻ, ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന ഒരു ഹൃദയമാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. ഹോളി സ്പിരിറ്റിന്റെ വലിയൊരു മൂവ്, ഒരു വലിയ പ്രവൃത്തി എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തണമേ. ആമേൻ, ആമേൻ. എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ജഡത്തിന്റെ ഒക്കെ പിടിയിൽ നിന്ന്, ജഡത്തിന്റെ ശക്തിയിൽ നിന്ന് എനിക്കൊരു വിടുതൽ തന്ന് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരു ജഡം, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരു മനസ്സ് എനിക്ക് തന്ന് കർത്താവേ, ഹോളി സ്പിരിറ്റിന്റെ ഒരു കൺട്രോളിൽ എന്നെ ഇന്ന് പകലിരുത്തണമേ. കർത്താവേ, നിന്റെ ജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൽവരി പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ഈ വർഷത്തെ 7ാം മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം സെക്ഷനിൽ 2ാം ദിവസം ഞങ്ങൾ ഇരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ സ്വർഗീയ കവാടം തുറന്ന് നിന്റെ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന്, നിന്റെ ജനത്തോട് സംസാരിക്കേണ്ടതിന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാപബോധം വരേണ്ടവർക്ക് പാപബോധം വരുവാൻ, ആമേ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ പ്രാപിക്കേണ്ടവർ അത് പ്രാപിപ്പാൻ, ദൈവാത്മാവിന്റെ ശക്തിയേറിയ ഇടപെടലുകൾ ഉണ്ടാകുവാൻ, ദൈവത്തിന്റെ വചനം വിടുതലായി, സൗഖ്യമായി, ആമേൻ, ദൈവപ്രവൃത്തിയായി ഓരോ ജീവിതങ്ങളിലും ആമേ ആയിത്തീരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ ലെവലിൽ ദൈവമക്കളുടെ ജീവിതം ആകേണ്ടതിന്, അടുത്ത ലെവലിലേക്ക് അവർ വാക്കിൻ ചെയ്യേണ്ടതിന്, ഹല്ലേലൂയ. കർത്താവേ, സഭയായി ദൈവം നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന ഈ പ്രിയ ഭവനത്തെ, ബ്രദർ റോഷന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കുന്നു. നസ്രേനായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ ശക്തമായി ചലിക്കുന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തെ തൊടുന്നതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. വിടുതൽ ആവശ്യമുള്ളവർക്ക് വിടുതൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. അഭിഷേകം പ്രാപിക്കേണ്ടവരെ ദൈവമേ, അഭിഷേകത്തെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുതിയ തീരുമാനങ്ങൾ, പുതിയ കൺവിക്ഷൻസ് ഒക്കെ ഇന്ന് ഈ മീറ്റിംഗിൽ വെളിപ്പെട്ടു വരട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം ശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് ഈ സഭയ്ക്ക് ഒരു ഉണർവിനും, ഹല്ലേലൂയ, ഒരു വലിയ ബ്രേക്ക് ത്രൂവിനും കാരണമാക്കണം. തിരുനാമം മഹത്വപ്പെടണം. ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ അടിയന്റെ മേൽ ദൈവം പകർന്നതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കൊരു വേദഭാഗം വായിക്കാം. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ്, ചാപ്റ്റർ 5, 5-ാം അധ്യായം. ഹല്ലേലൂയ. വേഴ്സസ് ഫ്രം 13 to 18. Book of James, chapter 5, verses from 13 to 18. I want someone to read for me, please. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ.
അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലൈജാസ് പ്രയർ ലൈഫ് എന്നുള്ളതാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ 3 സവിശേഷതകൾ. ഇന്ന് നമ്മൾ വായിച്ച ഇത്രയും വാക്യം ഞാൻ വായിപ്പിച്ചത് ഒരു കാര്യം പറഞ്ഞിട്ട്, അതിൻ്റെ പശ്ചാത്തലമായി ഇൻട്രൊഡക്ഷനായി പറഞ്ഞിട്ട് സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ച ദൈവസഭയുടെ 7 വിധ പ്രാർത്ഥനാ ശുശ്രൂഷകൾ, 7 types of prayer ministry of Church of God, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദൈവസഭയുടെ 7 വിധത്തിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ, ആമേൻ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 13 മുതൽ വായിപ്പിച്ച് 7 പ്രാവശ്യം പ്രാർത്ഥന എന്ന വാക്ക് ഉച്ചരിച്ചിരിക്കുന്നു ഈ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. 7 times the word prayer is used. അപ്പോൾ 7 പ്രാവശ്യവും പ്രാർത്ഥന എന്നുള്ളത് വ്യത്യസ്തമായ ശുശ്രൂഷകളായി ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയായിട്ടാണ്. ആദ്യത്തെ പറയുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. If anyone go through sufferings in their life, let him pray. ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. ഒരുവൻ കഷ്ടത്തിലൂടെ പോകുന്ന ഒരു സീസൺ ആണെങ്കിൽ ദൈവവചനം എക്സ്പെക്ട് ചെയ്യുന്നു, ദൈവം എക്സ്പെക്ട് ചെയ്യുന്നു, let him pray to God. Praise the Lord. Let him not complain. Let him not be quiet. Let him not, hallelujah, stop going church. Let him pray എന്നുള്ള ശബ്ദമാണ്. ഒരു കഷ്ടതയുടെ സീസൺ, ഒരു ചലഞ്ചിങ് സീസൺ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയം ഇന്നാര് നിമിത്തമാണ് ഞാൻ കഷ്ടത അനുഭവിക്കുന്നത്, ദിസ് ഈസ് ദ റീസൺ, ഹി ഈസ് ദ പേഴ്സൺ എന്ന് നമ്മൾ ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് ട്രൈങ് ടു ബ്ലെയിം സംതിങ്, സം ഒബ്ജക്ട്, സം പീപ്പിൾ, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബൈബിൾ പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കഷ്ടം അനുഭവിക്കുന്നവൻ തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ സഭയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ്. രണ്ടാമത്തെ കൊടുത്തിരിക്കുന്ന ബിജു ബ്രദറെ വായിക്കണം. അടുത്ത വാക്യം, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പിന്നെ സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. വാക്യം, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവന് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആരെങ്കിലും രോഗിയായിട്ട് കിടക്കുകയാണെങ്കിൽ അവൻ ആളയച്ച് കർത്താവിന്റെ ദാസന്മാരെ വരുത്തണമെന്നാണ് ദിവസം പറയുന്നത്. നമ്മളാണെങ്കിൽ ഞാൻ രോഗിയായിട്ട് ഭാഷ പോലും അറിഞ്ഞില്ല, വിളിച്ചു ചോദിച്ചില്ലെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കും, അല്ലേ? പക്ഷെ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെന്ന് വിളിച്ചു പറയണം. വരുത്തി എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആവശ്യപ്പെടണമെന്ന് ദിവസം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഒറ്റ കാരണം മതി സഭ വിട്ടു പോകാൻ, അല്ലേ? ഒറ്റ കാരണം മതി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നിട്ടും ആ മനുഷ്യനെ ഒരു ഫോൺ പോലും വിളിച്ച് എന്നെ അന്വേഷിച്ചില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ ദീനമായി കിടക്കുന്നവൻ, ചുമ്മാ ദീനമായി ഇരിക്കുന്നവനല്ല, അവൻ കിടപ്പ, ദീനമായി ബെഡ്രിഡനാ, രോഗി. പ്രൈസ് ദി ലോർഡ്. ദീനമായി കിടക്കുന്നവനാ, ചുമ്മാ പനി പിടിച്ചിരിക്കുന്നു. നമുക്ക് പനി പിടിച്ചാൽ മതി, പ്രശ്നമാണ്. ഇവിടെ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ. മൂപ്പന്മാർ വന്ന് അവന് വേണ്ടി എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ ദൈവസഭയ്ക്ക് ആവശ്യമാണ്. സ്തോത്രം. ദൈവസഭയിൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നേ അവര് പ്രാർത്ഥിക്കണം. കഷ്ടം അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കണം. 2, ദീനമായി കിടക്കുന്നവർ ദൈവസഭയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിപ്പിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ ആവശ്യപ്പെടണം. 3ാമത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റായിട്ട് ഞാൻ പറയുക. വായിച്ചു. 3ാമത്തെ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. 3ാമത്തെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. 3ാമത്തെ പ്രാർത്ഥന രീതി വിശ്വാസത്തോടു കൂടി. എല്ലാവരും വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്ന എടുത്തു പറയുന്നു.
Hallelujah. Pray believing that God answered that prayer. അല്ലേ? ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പീൻ, എന്നാൽ അത് ലഭിക്കും. ഹല്ലേലൂയ. രണ്ടുപേർ ഭൂമിയിൽ ഐക്യമെത്തിപ്പെട്ട് എന്ത് യാചിച്ചാലും ദൈവം അത് നൽകിക്കെടുക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ആമീൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്നൊരു കാര്യം ദൈവത്തോട് പറഞ്ഞാൽ വിശ്വസിച്ചോണം, ദൈവം അത് നൽകി തരും. അതിനെ വീണ്ടും എടുത്ത് നമ്മുടെ മൈൻഡ് കൺട്രോളിൽ കൊണ്ട് വീണ്ടും കൺസേൺ ആക്കി ആങ്ഷ്യസ് ആക്കി കൊണ്ട് നടക്കരുത്. ഡോണ്ട് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ പ്രോബ്ലംസ്. Amen. Let God be in control of your problem. Hallelujah. Amen. നിങ്ങളൊരു വിഷയം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടിയെ കുറിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണം, God is in control of that things. God is in control of that job. God is in control of that situation. I don't worry anymore. ഞാൻ അതിനെ കുറിച്ച് വറി ചെയ്യുന്നില്ല. കാരണം പറയേണ്ടവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവ് തക്ക സമയത്ത് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, ഹല്ലേലൂയ, സ്തോത്രം, ദീനക്കാരനെ രക്ഷിക്കും. അടുത്ത പ്രാർത്ഥന, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നാലാമത്തെ പ്രാർത്ഥന ശുശ്രൂഷ പറയുന്നു, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ, രണ്ടു പേരെ അവിടെ കാണിക്കുന്നു. ഒന്നിലധികം ആൾക്കാർ തമ്മിൽ തമ്മിൽ അന്യോന്യം കൂടി വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. അന്യോന്യം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരും അവരുടെ കുറവുകൾ ഏറ്റുപറയണം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. അങ്ങനത്തെ പ്രാർത്ഥനയ്ക്കും വിടുതലുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. കുറവുകളുള്ള, ക്ഷമിക്കാൻ പറ്റാത്ത സഹോദരങ്ങൾ ആമീൻ കുറവുകൾ മനസ്സിലാക്കി ദൈവസേനയിൽ ഒരുമിച്ച് വരുമ്പോൾ, ബ്രദർ എനിക്ക് നിങ്ങൾക്കെതിരെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അവർ ഏറ്റുപറഞ്ഞ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് പരാജയം സംഭവിച്ചു, അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത പ്രാർത്ഥന വായിച്ചേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അഞ്ചാമത്തെ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച ദൈവമക്കളാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ പ്രവൃത്തികളൊന്നും നമ്മെ നീതീകരിക്കുകയില്ല. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ഹല്ലേലൂയ, വലിയ ഫലമുളവാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. നാം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ, വചനപ്രകാരം പ്രാർത്ഥിച്ചാൽ, ചുമ്മാ ഒരു ഉഴപ്പൻ പ്രാർത്ഥനയല്ല, ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലമുളവാക്കുന്നു. ഹല്ലേലൂയ. അടുത്ത രണ്ട് പ്രാർത്ഥന ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. അടുത്ത പ്രാർത്ഥന, മഴ പെയ്യേണ്ടതിന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഭൂമിയിൽ മഴ പെയ്തു, ധാന്യം വിളഞ്ഞു. സ്തോത്രം. ചിലതിനെ ക്യാൻസൽ ചെയ്യുന്ന യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിച്ചിരിക്കും. whatever you stop on this earth shall be stopped in heaven എന്നതിന്റെ അർത്ഥം, നിങ്ങൾ ഭൂമിയിൽ നിർത്തലാക്കുന്നത് ഞാനും സ്വർഗത്തിൽ നിർത്തലാക്കും. നിങ്ങൾ ഭൂമിയിൽ നോ എന്നൊരു കാര്യം പറഞ്ഞാൽ ദൈവം ആ വിഷയത്തിന് നോ കൽപ്പിക്കും. നിങ്ങൾ ഭൂമിയിൽ യെസ് ഓപ്പൺ എന്ന് കൽപ്പിക്കുമ്പോൾ ദൈവം അങ്ങനെ തന്നെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടയ്ക്കേണ്ടതിനെ അടയ്ക്കാൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവമാ നമ്മുടെ ദൈവം. അവൻ വഴി തുറക്കുന്നവൻ മാത്രമല്ല, അവൻ വഴി അടയ്ക്കുന്നവൻ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ചില വഴികളെ ദൈവം അടയ്ക്കും, ചില വഴികളെ ദൈവം തുറക്കും. ദൈവത്തിന് സ്തോത്രം. തുറക്കുക മാത്രമല്ല, അടയ്ക്കേണ്ട വഴി ദൈവം അടയ്ക്കുകയും ചെയ്യും. ആമേൻ. ചില വഴികൾ ദൈവം അടച്ചതിനായും ദൈവത്തെ സ്തുതിക്കണം. ചില ദൈവം വഴികളെ തുറന്നതിനായി ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. പല പല പൈശാചികമായ വഴികളെ ദൈവം അടച്ചിരിക്കിയാലും ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് ആവശ്യമുള്ള വഴികളെ ദൈവം തുറന്നിരിക്കിയാൽ ദൈവത്തെ സ്തുതിക്കണം. ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ നിനക്കെതിരെ പിശാച്
കളമൊരുക്കിയ ചില വഴികളെയൊക്കെ എന്നേക്കുമായി ദൈവം അടച്ചിരിക്കാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. നിനക്കെതിരെ ഉണ്ടായിരുന്ന സകല പദ്ധതികളെയും, ശത്രുവിന്റെ പദ്ധതികളുടെ സകല റൂട്ടുകളെയും അടച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. Praise the Lord. Praise the Lord. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. അവസാനത്തെ ആ വാക്യമാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുക്കുന്നത്. സ്തോത്രം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഭൂമിയിൽ മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. അടുത്ത വാക്യം, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് 1 King chapter 18 verses 41 onwards നമുക്ക് വായിക്കാം. അവിടെ കിടപ്പുണ്ട്, അതെടുത്തു വെച്ചേക്കണം, നമുക്ക് വായിക്കേണ്ട ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വചനം പറയുന്നു, ആകാശം ക്ഷണത്തിൽ മേഘം കൊണ്ട് കറുത്തു, ഹല്ലേലൂയ, വൻമഴ ചൊരിഞ്ഞു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ശക്തിയേറിയ, ഹല്ലേലൂയ, 3.5 വർഷത്തെ വിണ്ടുകേറിയ ശമരിയുടെ ശാപം പിടിച്ച മണ്ണിലേക്ക് ദൈവത്തിന്റെ മഴ പെയ്തിറങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വന്നൊരു ദൈവദാസൻ ഓർപ്പിച്ചത് ദൈവദാസൻ റിമൈൻഡ് ചെയ്തു തന്റെ പ്രാർത്ഥനയിൽ ഇവിടെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾക്ക് കീഴ്പ്പെടുന്ന, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശുശ്രൂഷകൻ ഈ സഭയ്ക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്തദാസൻ ഓർപ്പിച്ചു, ഒരു ദൈവദാസൻ ഇവിടെ ഓർപ്പിച്ചത് എടുത്തു പറഞ്ഞു. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന ദേശത്തിന്റെ വിടുതലിന് വേണ്ടി കൂടെ ആയിരിക്കണം. ഇന്ന് ഈ ബ്രദർ റോഷന്റെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് വലിയൊരു വിടുതൽ നടക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ ഈ ഗ്രൗണ്ടിൽ വലിയൊരു വിടുതൽ നടക്കാൻ പോകുന്നു. ഈ അന്തരീക്ഷത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മഴ തരാത്ത നിങ്ങളുടെ ഈ ദേശത്ത് ഒരു ആത്മീക മഴ ദൈവം തരാൻ പോകുന്നു. നിങ്ങളുടെ ഈ മണ്ണ് ഫലം പുറപ്പെടുവിക്കാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനം ശ്രദ്ധിച്ച് കേൾക്കുക. പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച്, ഞങ്ങളെ ഹേമിപ്പിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ആത്മീകമായി ശുശ്രൂഷിക്കും. വചനം ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. 3 characteristics of Elijah's prayer life. Bible says Elijah prayed that it won't rain, and again he prayed and the heaven poured the rain on the face of the earth. ഇതാണ് ബൈബിളിൽ വായിക്കുന്ന 17 and 18 verses. So I just want to point out the 3 characteristics of Elijah's prayer life. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ 3 സവിശേഷതകൾ ചിന്തിക്കാം. നമ്മളിതൊരു പ്രാർത്ഥനാ മീറ്റിംഗ് ആകിയാൽ ആമേൻ, നമുക്കും ഈ ദൈവകൃപ നമുക്ക് തരട്ടെ. ആമേൻ. ഒന്നാമത്തെ സവിശേഷത, ആമേൻ, ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ, ഹല്ലേലൂയ, ഇംഗ്ലീഷിൽ വായിക്കുന്നു. Can anyone read that in English? Verse 17. അത് മാത്രം മതി. He prayed earnestly. അവൻ എരിവോടെ പ്രാർത്ഥിച്ചു. മലയാളത്തിൽ അത്ര എഫക്റ്റീവ് അല്ല വാക്ക്. ഇംഗ്ലീഷ് എടുത്തു പറയുന്നത് the earnestness of his prayer life. That is the first characteristics. Earnestness of his prayer life. അവൻ എരിവോടെ പ്രാർത്ഥിച്ചു. ഈ എരിവോടെ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഹല്ലേലൂയ. ചില പറയത്തില്ലേ, പ്രാർത്ഥിക്കാനൊക്കെ ഒരു എരിവ് വേണമെന്ന്, ആരാധിക്കാനൊക്കെ ഒരു എരിവ് വേണം അല്ലേ? സ്തോത്രം, സ്തോത്രം. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്ക് ഒരു ഉണർവാ. ആരാധിക്കുന്നതൊന്ന് ചിലരുടെ കൂടെ ഒന്ന് ആരാധിക്കാൻ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. ഒരിക്കലും കൈയടിക്കാത്തവനും കൈ അടിച്ചു പോകും. കാരണം അത്ര ഒരു അന്തരീക്ഷമാ. ഹല്ലേലൂയ. എരിവുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എരിവോടെ പ്രാർത്ഥിച്ചു. അതിന്റെ മലയാള വാക്കാ പറഞ്ഞത്. earnestly prayed. He prayed fervently. He prayed earnestly. ആദിമ സഭയുടെ പ്രാർത്ഥനയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12:1 പറയുന്നു, the church prayed fervently for Peter's deliverance. പത്രോസ് തടവറയിൽ കിടക്കുമ്പോൾ പത്രോസിന്റെ വിടുതലിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യേശു കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ലൂക്കോസ് 22-ാം അധ്യായം 44-ാം വാക്യം, ലൂക്ക് ചാപ്റ്റർ 22 verse 44 പറയുന്നു. ആമേൻ. യേശു
കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവന്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന രക്തത്തുള്ളികൾ പോലെയായി. ഹല്ലേലൂയ. He prayed earnestly. ആമേൻ. കർത്താവ് with intense agony he prayed fervently, earnestly and in the garden of Gethsemane. Hallelujah. ആമേൻ. ശക്തമായി കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിച്ചു, എരിവോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന രക്തത്തുള്ളികൾ പോലെയായി. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞത്, അന്ന് കർത്താവ് ഏറ്റെടുത്ത മനോദുഃഖം തന്റെ ശിഷ്യന്മാരുടെ അടുത്തൊക്കെ പങ്കുവെക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പത്രോസിന്റെയും യോഹന്നാന്റെയും മുമ്പിൽ കർത്താവ് വ്യാകുലപ്പെട്ടെന്ന് എഴുതുന്നുണ്ട്. ഹല്ലേലൂയ. അത്രമാത്രം ഇന്റൻസ് ആഗണിയിലൂടെ താൻ കടന്നുപോയി. ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യർക്കൊക്കെ സ്ട്രോക്ക് വന്നു പോകും. അത്ര ഇന്റൻസ് ആഗണിയിലൂടെ യേശു കടന്നുപോയി. ഗെത്സമനെ എന്ന് പറഞ്ഞ അർത്ഥം എണ്ണച്ചക്കെന്ന, ഒലിവുകായ്. ഹല്ലേലൂയ. ഒലിവെണ്ണ ഉണ്ടാക്കുന്ന എണ്ണച്ചക്കെന്ന ഗെത്സമനയുടെ അർത്ഥം. ഒരു ഒലിവുകായ് എണ്ണച്ചക്കിനകത്ത് പിഴിഞ്ഞെടുത്ത് അരച്ചെടുത്ത് എണ്ണയുണ്ടാക്കുന്ന പോലെ ജീസസിന്റെ അനുഭവം, ഗെത്സമനെ അനുഭവം എന്ന് പറയുന്നത്, he was crushed and mentally broken with great agony. He prayed earnestly unto God. ആ സമയത്ത് സാധാരണക്കാർക്കൊക്കെ പ്രഷർ അടിച്ച് അവന്റെ ബ്രെയിനൊക്കെ ഹല്ലേലൂയ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും, സ്ട്രോക്ക് ഉണ്ടാകും. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നു, അവന്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന രക്തത്തുള്ളികൾ പോലെയാകുമാറ്. Praise the Lord. കാരണം ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എങ്ങനെ സഹിച്ചു, എങ്ങനെ പിടിച്ചു നിന്നു? കാരണം കർത്താവിനൊരു മിഷനുണ്ട്. കാൽവറിയിലെ ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ ബലിയാടാകണം, യാഗമായി തീരണമെന്നുള്ള ഒരു വലിയ മിഷൻ യേശുവിനെ കുറിച്ചുണ്ട്. ആ മിഷൻ യേശു ചെയ്യാതിരിക്കാൻ പലപ്പോഴും പിശാച് പരിശ്രമിച്ചു. എന്നാൽ ഹല്ലേലൂയ, യേശുവിന്റെ ആ ശുശ്രൂഷ, യേശു ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവ് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം പിതാവ് അവനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി കിടക്കുമ്പോൾ, ഒരു പ്രോമിസ് കിടക്കുമ്പോൾ, ഒരു ഡെസ്റ്റിനി കിടക്കുമ്പോൾ, എത്ര വലിയ ടെൻഷൻ ആകട്ടെ, സ്ട്രെസ് ആകട്ടെ, എത്ര വലിയ പെയിൻ ആകട്ടെ, ബ്രോക്കൻനെസ് ആകട്ടെ, it cannot touch your life, it cannot bother your life, it cannot harm you anymore. ദൈവത്തിന്റെ വചനം പറയുന്നു, nothing can harm you when there is a higher call of God upon your life. Nothing can hurt you, nothing can destroy you. പൗലോസ് പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ അടിക്കപ്പെട്ടവരെങ്കിലും, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെ അൺബ്രേക്കബിൾ ആക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പിശാച് എത്ര ആയുധമെടുത്ത് നിനക്കെതിരെ എറിഞ്ഞാലും നിന്റെ മേലൊരു ഉയർന്ന ദൈവവിളി കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ആ വിളിയുടെ നിവർത്തീകരണം നടക്കാത്തിടത്തോളം കാലം ഒരു രോഗശക്തിക്കോ ഒരു പൈശാചിക പോരിനോ ആമേൻ ആമേൻ നിന്നെ തൊടാൻ പറ്റുകയില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ ഒന്നും നിനക്ക് യാതൊരു ദോഷവും അവൻ വരുത്തുകയില്ല. Nothing can harm you. Nothing can harm you. ഇന്ന് പകൽ ദൈവകൃപയുള്ള ദൈവവൈദ്യർ പറഞ്ഞാട്ട്, nothing can harm me, nothing can harm my life, nothing can harm my life, nothing can harm my personal life. ഇന്ന് പകലിലും വിശ്വാസത്തോടെ പറയണം, nothing can harm my ministry, nothing can harm my family, nothing can harm my job, nothing can harm my physical health, nothing. ദൈവം ആർക്കും പെർമിഷൻ കൊടുക്കുന്നില്ല. 105 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, വേഴ്സ് 14, God permits no man to harm you. ദൈവം ആരെയും അനുവദിക്കുന്നില്ല. Praise the Lord. നിന്റെ ഡെസ്റ്റിനിയെ തൊടാൻ ദൈവത്തിന്റെ ഒരു കോൾ നിന്റെ മേൽ കിടക്കുമ്പോൾ നീ അങ്ങനെ ഹല്ലേലൂയ പ്രഷർ അടിച്ച് തകർന്നു വീഴാൻ ദൈവം സമ്മതിക്കയില്ല. ഓ ഗ്ലോറി, ഹല്ലേലൂയ. നിനക്കൊരു എക്സ്ട്രാ ഓർഡിനറി ഗ്രേസും പവറും തന്ന് ചില പ്രോബ്ലങ്ങളെ അതിജീവിക്കാനുള്ള വലിയ എക്സെപ്ഷണൽ ഗ്രേസ് തന്ന് ആമേൻ, 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 ആമേൻ. ഫ്രജൈലായ നിന്നെ അൺബ്രേക്കബിൾ ആക്കി മാറ്റുന്ന ദൈവശക്തിക്കായി
Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഫ്രജൈലായ നിന്നെ അൺബ്രേക്കബിൾ ആക്കി മാറ്റുന്ന ദൈവം. Praise the Lord. Praise the Lord. Praise the Lord. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ എതിരെ വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതിരുന്ന നിന്നെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള അഭിഷേകവും കൃപയും തന്ന് നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന രക്തത്തുള്ളികൾ പോലെയാകുന്ന രീതിയിൽ കർത്താവ് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയാണ് എരിവോടുള്ള പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എരിവോടെ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സാധാരണക്കാർക്ക് കഴിയാത്ത കാര്യങ്ങളൊക്കെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ നീ കാൽ ഉറച്ചു നിൽക്കും. നിന്നെ കാണുന്ന സ്വന്തം വീട്ടുകാർ പോലും പറയും എങ്ങനെ പിടിച്ച് നിൽക്കുന്നെന്ന് ചോദിക്കും. കാരണം നിന്നെ അൺബ്രേക്കബിൾ ആക്കി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അല്ലോ, ഹല്ലേലൂയ. ദൈവം അത്ര ശക്തനാണ്. ഇനിയും എരിവോടുള്ള പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പ്രധാന ഉദാഹരണമാണ് സാം 147 വേഴ്സ് 9. അവൻ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ സകല മൃഗങ്ങൾക്കും, ഹല്ലേലൂയ, അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ബൈബിൾ സേസ് God gives young raven his food and to the beast who cry. ആമേൻ. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ സകല മൃഗങ്ങൾക്കും അതതിനു വേണ്ട ആഹാരം കൊടുക്കുന്നു. ബൈബിൾ പറയുന്നു, കാക്കക്കുഞ്ഞുങ്ങളുടെ ക്രോക്കിംഗ് നോട്ട്സ് അത്ര ബ്യൂട്ടിഫുൾ ഒന്നും അല്ല. Praise the Lord. There are many birds which has beautiful voices, beautiful notes. എന്നാൽ കാക്കക്കുഞ്ഞിന്റെ ആ ക്രോക്കിംഗ് നോട്ട്സ് അത്ര ബ്യൂട്ടിഫുൾ ഒന്നും അല്ല. ബട്ട് ഈവൻ God listened to that, hallelujah, voice among all worships, and billions of angels are worshiping God in heaven, but God still listened to that crocking notes of the young raven which cry. ആമേൻ. കരയുന്ന കാക്കക്കുഞ്ഞിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അതിന് ആഹാരം പ്രത്യേകം കൊടുക്കുന്ന ദൈവം. ആ കരയുന്ന കാക്കക്കുഞ്ഞിന്റെ ശബ്ദത്തിന് ഏണസ്റ്റ് പ്രയർ ലൈഫിന്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. When the young raven are ready for his first flight to fetch the food, അതാണ് അതിന്റെ അർത്ഥം. ആദ്യം ഫുഡ് ശേഖരിക്കാൻ വേണ്ടി ആദ്യമായി പറക്കുന്ന കാക്കക്കുഞ്ഞ്, അത് ദൂരെ പറക്കാൻ പറ്റുകയില്ല. ഒരു വൃക്ഷത്തിന്റെ ബ്രാഞ്ചുകളിൽ ഫ്രം ദാറ്റ് ബ്രാഞ്ച് ടു ദിസ് ബ്രാഞ്ചിലൊക്കെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് പറന്നിരിക്കുമ്പം അതിൻ്റെ ആ ടെൻഡർ ബോഡി ഉണ്ടല്ലോ, ആ സോഫ്റ്റ് ബോഡിയൊക്കെ ചെന്ന് ആ ബ്രാഞ്ചിൽ ആ തടിയിലൊക്കെ ചെന്ന് ഇടിക്കും. ഹല്ലേലൂയ. കാരണം അത് പറക്കാൻ ശീലിക്കുന്നേ ഉള്ളൂ. ചെറിയ വിങ്സ് കൊണ്ട് ഇടിക്കുമ്പം ഭയങ്കര പെയിനാണ്. ഔട്ട് ഓഫ് പെയിൻ that young raven cries. Same time it won't be able to fetch his food. Hallelujah. സമയത്തിന് ആഹാരമില്ലാതെ വിശന്നും കരയും. അപ്പൊ വേദനിച്ചും വിശന്നും കരയുന്ന, സ്തോത്രം, ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഹംഗ്രിയും ഹാംഗ്രിയും. ഹംഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശം. അപ്പൊ ഹാംഗ്രി എന്ന് പറഞ്ഞാൽ ഹംഗ്രിയും കൂടെ ചേർന്ന വാക്കാണ് ഹാംഗ്രി. അപ്പം പറയും ഞാൻ ഹംഗ്രി അല്ല ഹാംഗ്രി എന്ന് പറയും. കാരണം ഇത് വിശന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്ന് പറയുന്ന പോലെ വിശന്നും ശരീരം വേദനിച്ചും കരയുന്ന യങ് റാവന്റെ ക്രൈ നോട്ട്സ് തിരിച്ചറിഞ്ഞ് അതിനാഹാരം കൊടുക്കുന്ന ദൈവം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കാതിരിക്കുമോ? ഒരു യങ് റാവന്റെ ക്രോക്കിംഗ് നോട്ട്സിനെ തിരിച്ചറിഞ്ഞ് അതിനാഹാരം കൊടുക്കാൻ സ്വർഗീയ പിതാവിന് കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ ഉണർവോടെ സ്തോത്ര എരിവോടെ നീ ചില വിഷയത്തിന്റെ മുമ്പാകെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ദൈവം കടാക്ഷിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിൽ കർത്താവ് ഹാഗറിനെ കുറിച്ച് പറയുന്നു. ബൈബിൾ സേസ് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 16, ഹാഗർ prayed for her son. അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, let me not see the death of my child. എൻ്റെ മകന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഒരു ബൗ ഷൂട്ട് അവേ, ഒരു അമ്പിൻപാട് ദൂരം മാറിപ്പോയി.
മരിക്കാനായിരിക്കുന്ന ഇസ്മായേലിന് വേണ്ടി, വെള്ളമില്ലാതെ ആഹാരമില്ലാതെ കിടക്കുന്ന ഇസ്മായേലിന് വേണ്ടി ഹാഗർ പ്രാർത്ഥിക്കുമ്പോൾ, she remembered the promises of God. When Hagar was, running away from her mistress, hallelujah, Sarah, we read that in the chapter 16 of book of Genesis. അവിടെ വെച്ച് ദൈവത്തിന്റെ ദൂതൻ അവളെ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു വിട്ടു. നീ അവിടെ പോകണം, നിന്റെ മകനെ ഞാനൊരു ജാതിയാക്കും. And Hagar had the promise from God about her son Ishmael. എന്നാൽ ആ same Ishmael, when he was going through death like experience, no food, no drinks, nothing, hallelujah, that's the time Hagar remembered the voice of God. God spoke to her in chapter 16, and based on that God's voice, ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാഗർ പറയുകയാണ്, എന്റെ മകന്റെ മരണം എനിക്ക് കാണണ്ട. അർത്ഥാൽ 16-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ സ്തോത്ര യജമാനത്തിയെ വിട്ട് ഓടിപ്പോകുമ്പോൾ നീ സ്തോത്രം ആ കിണറ്റിനരികിൽ വെച്ച് എന്നോട് സംസാരിച്ചു, ഹല്ലേലൂയ, എന്റെ മകനെ ജാതിയാക്കുമെന്ന്. നീ പറഞ്ഞതുപോലെ എന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, എനിക്ക് കാണണം. അവൾ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു ദൈവം അവൾക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു. 56-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, God counts every wanderings of your life. God takes into account every wanderings of your life. ദൈവം നിന്റെ ഉഴൽച്ചലുകളെ എണ്ണുന്നു. അവൻ നിന്റെ കണ്ണുനീർ അവന്റെ തുരുത്തിയിൽ ആക്കി വെക്കുന്നു. നിന്റെ ഉഴൽച്ചലുകൾ, നിന്റെ wanderings, how someone wander, they don't know where to go, direction ഇല്ലാതെ അലയുമ്പോൾ ആ ഉഴൽച്ചലുകളെ ദൈവം എണ്ണുന്നു. ഇന്ന് ഈ പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നിന്റെ ജീവിതത്തിലെ വണ്ടറിങ്സിനെ ദൈവം സ്റ്റോപ്പ് ചെയ്ത് ദേശത്ത് നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിന്നെ ദേശത്തെ പണിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വഴി ഏതെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഹല്ലേലൂയ, ലക്ഷ്യമേതെന്നറിയാതെ വെറുതെ വണ്ടി ഓടിക്കുന്നവരെല്ലാം നമ്മൾ, വെറുതെ യാത്ര ചെയ്യുന്നവരെല്ലാം നമ്മൾ. ഹല്ലേലൂയ, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്കൊരു ഗോഡ് ഗിവൺ ഡെസ്റ്റിനി ഉണ്ട്. ഹല്ലേലൂയ, ദൈവം പറയുന്നു, God will stop every wanderings of your life. അലയുന്ന ദൈവമൈതലേ, ഇനിയും പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമൈതലേ, ദൈവം നിന്റെ വാണ്ടറിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുന്ന പകലായത്. ദൈവം നിന്നെ ദേശത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പകലായത്. നിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിന്റെ ജോലി ജീവിതം ഇനി വാണ്ടറിങ് അല്ല. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ ജോലിയിൽ നീ സെറ്റിലാകാൻ അനുവദിക്കാത്ത രീതിയിൽ നിന്റെ ജോലിക്കെതിരെ നടക്കുന്ന സകല യുദ്ധങ്ങൾ, പോരുകൾ എന്റെ ദൈവം നിർത്തണ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയായത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്കൊരു പുതിയ ഗ്രിപ്പ് തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവൻ നിന്റെ ഉടൽച്ചലുകളെ എണ്ണുന്നു. God is taking account of every wanderings of your life. ഇന്ന് മകൾ ജീവിതത്തിൽ സെറ്റിലാകാൻ പറ്റാതെ, ജോലിയിൽ സെറ്റിലാകാൻ പറ്റാതെ, ലൈഫിൽ ഇത്ര വർഷമായി സെറ്റിലാകാൻ പറ്റാതെ ആരെങ്കിലും വണ്ടറിങ്ങിലായിരിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം ദൈവം ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരപ്പെടുത്തുന്നു എന്ന വചനപ്രകാരം യേശു നിന്നെയും നിന്റെ കുടുംബത്തെയും ഇന്ന് പകൽക്കാലം പണിയുന്ന പകലാണ്. കർത്താവ് ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവം ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ടി തുറന്നിടുകയാ. Receive it in the name of Jesus. Receive it in the name of Jesus. Loba rikala hamdara pauda rigana rotere kala samdhere gana shabala hatura rigana. ഈ സഭയിൽ സെറ്റിലാകാത്ത കുടുംബങ്ങളെ വണ്ടറിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. God is stopping every wanderings of your life. God is opening mighty doors.
Jesus, Jesus, Jesus. The earnestness of Elijah's prayer life. അവൻ എരിവോടെ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ എരിവോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? Are you ready to pray earnestly in the presence of God? God is ready to answer your prayers. ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. നീ എരിവോടെ പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന അസാധ്യതകളുള്ള സ്ഥലത്ത് ദൈവം പുതിയ വഴികൾ ഒരുക്കും. Everything came to a dead end എന്ന് നീ തീരുമാനിച്ചിടത്ത് ദൈവം ന്യൂ ബിഗിനിങ്സ് ആരംഭിക്കും. ഹല്ലേലൂയ. ആമേൻ. ശത്രു നിന്നെ നോക്കി പറയും, no 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 more hope. Everything came to a dead end. There is nothing, no one can do anything with these things എന്നൊക്കെ ശത്രു പറയും. ദൈവം നിന്നെ കുറിച്ച് പറയുന്നു, it's not by might, not by power, but by my Holy Spirit, says the Lord. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവ് നിനക്ക് വേണ്ടി വഴികൾ, വാതിലുകൾ തുറന്നിടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നു, ആത്മാവിന്റെ വലിയൊരു പണി ദേശത്തുണ്ട്. ഹല്ലേലൂയ. ദൈവസഭയെ പരിശുദ്ധാത്മാവുമായി പാർട്ട്ണർ ചെയ്യാൻ ദൈവസഭ റെഡിയാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് വൻ നിലയിലേക്ക്, വലിയ ശുശ്രൂഷ മുഖത്തേക്ക്, ആമേൻ ആമേൻ, ഈ പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കുന്ന, ഹല്ലേലൂയ, ഒരു ഉണർവിന്റെ വക്താക്കളാക്കി ഈ സഭയെ കരങ്ങളിലെടുത്ത് ഉപയോഗിപ്പാൻ ദൈവം ആമേൻ ആമേൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഇല്ലാത്ത ശുശ്രൂഷകൾ ദൈവം ദേശത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. So the first characteristics of Elijah's prayer life is the earnestness of his prayer life. അവന്റെ പ്രാർത്ഥനയുടെ എരിവ്. The second characteristics of Elijah's prayer life is the expectation of his prayer. അവന്റെ പ്രാർത്ഥനയുടെ പ്രതീക്ഷ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. Let us read book of 1 King chapter 18 verses 42 onwards. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച്. ഏലിയാവിന്റെ പ്രാർത്ഥനാ രീതിയൊക്കെ വളരെ നല്ല ഒരു പ്രത്യേകതയാണ്. മുട്ടുകളുടെ ഇടയിൽ ആ മുഖം അങ്ങോട്ട് താത്തു വെച്ച്, തല താഴ്ത്തി വെച്ച് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. വായിച്ചു. തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. മതി, നമുക്ക് ആ വിഷയം അറിയാം. So Elijah, when he was praying and പ്രാർത്ഥിക്കുമ്പോൾ എന്തോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. There is expectation of his prayer life. He was expecting something to happen because Elijah ഒരു ഭയങ്കര ഒറക്കിൾസ് കിട്ടി, ഒരു വെളിപ്പാട് കിട്ടി, ഒരു അരുളപ്പാട് കിട്ടി. ചാപ്റ്റർ 18 ബുക്ക് ഓഫ് 1 King വേഴ്സ് 1-ൽ ദൈവം പറഞ്ഞു, 3 വർഷമായപ്പോൾ ഐ ആം ഗോയിങ് ടു സെൻഡ് റെയിൻ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. ഞാൻ ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദം കേട്ട ഏലിയാവാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ ധ്യാനിച്ചല്ലോ, ഫോദനയാഗം, സന്ധ്യായാഗമൊക്കെ നടത്തി. ഹല്ലേലൂയ. അവിടുത്തെ ആ സ്തോത്രം പ്രവാചകന്മാരെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷമാണ് കർമ്മേലിൽ ഒരുങ്ങുന്നത്. അവൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലം മടക്കി. മുഴങ്കാലം മടക്കുമ്പോൾ 6 പ്രാവശ്യം തൻ്റെ അസിസ്റ്റന്റിനെ, ബാല്യക്കാരനെ കടലിലേക്ക് പോയി നോക്കുവാൻ അയച്ചു. 6 പ്രാവശ്യം ബാല്യക്കാരൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, നോ, ഐ ഡോണ്ട് സീ എനിത്തിങ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് ഈ സഭയ്ക്കുള്ള ഒരു ദൂത് ഇവിടെ കടപ്പോണ്ട് ഞാൻ എടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് നമ്മൾ ഈ സഭയുടെ 7-ാം മാസത്തെ മന്ത്ലി ഫാസ്റ്റിംഗ് പ്രയറിൽ ഇരിക്കുമ്പോൾ ഈ സഭയിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്നെടുത്തത്. മറ്റൊരു വിഷയം പ്രസംഗിപ്പാൻ എടുത്തുകൊണ്ട് വന്നുവെങ്കിലും ഈ വിഷയമാണ് കർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറയാൻ എനിക്ക് നിയോഗം തന്നത്. ഹല്ലേലൂയ. 6 പ്രാവശ്യം നോ എന്ന ആൻസറുമായി വന്നപ്പോഴും ഏലിയാവ് പാചുരുട്ടി വീട്ടിൽ പോകാൻ തയ്യാറായില്ല. Because he was still expecting what God promised. ദൈവം പറഞ്ഞതിനെ വീണ്ടും താൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദൈവം പറഞ്ഞതിനെ. അതുകൊണ്ട് ഏലിയാ പറഞ്ഞ്, ഒരു വലിയ മഴയുടെ മുഴക്കം എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഏലിയാവ് നേരത്തെ പറഞ്ഞു, ആഹാബിനോട് പറഞ്ഞു, നീ പോയി ഭക്ഷണം കഴിച്ചു, പാനം ചെയ്തു, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, കാരണം എൻ്റെ
എൻ്റെ ചെവിയിൽ ഒരു വലിയ മുഴക്കം കേൾക്കുന്നു. ദൈവം പെയ്യിപ്പിക്കാൻ പോകുന്ന മഴയുടെ മുഴക്കം കേൾക്കുന്നു. I cannot waste my time. This is my prayer time. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. തന്റെ ചെവിയിൽ മുഴങ്ങി ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ കുറിച്ചുള്ള ശബ്ദം, ദൈവത്തിന്റെ മിറക്കിൾ ശബ്ദം ചെവിയിൽ മുഴങ്ങുകയാ. ദൈവം അയക്കാൻ പോകുന്ന മഴയുടെ ശബ്ദം, എന്റെ ചെവിയിൽ ഒരു മഴയുടെ മുഴക്കം. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്റെ സഭയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ദൈവിക ഇടപെടൽ നിന്റെ ചെവിയിൽ മുഴങ്ങട്ടെ, മുഴങ്ങട്ടെ, മുഴങ്ങട്ടെ. ഹല്ലേലൂയ. നിന്റെ ജോലിയിൽ ചെയ്യാൻ പോകുന്നത്, നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോകുന്നത്, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ പോകുന്നത്, ഇന്ന് പകൽക്കാലം നിന്റെ ചെവിയിൽ അത് മുഴങ്ങട്ടെ. God is about to do something. I know God is about to do something. I don't know what it is, when it is, but I know one thing, God is doing something. ദൈവം എന്തോ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഇന്ന് പകൽ ചെയ്യുന്നു. 6 പ്രാവശ്യം നോ ആയിട്ട് വന്നു. ബൈബിൾ പറയുന്നു Elijah sent him again 7th time. 7ാമത്തെ പ്രാവശ്യം അയച്ചപ്പോൾ he came with answer yes instead of no. 7ാമത്തെ പ്രാവശ്യം yes എന്ന ആൻസറുമായിട്ട് നിന്റെ നോ എന്നുള്ള ആൻസറിനെ yes ആക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇതുവരെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ പോസിബിൾ ആണെന്ന് പറയുന്ന രീതിയിൽ നിനക്ക് അനുകൂലമല്ലാതിരുന്ന പല കാര്യങ്ങളെയും നിനക്ക് അനുകൂലമാക്കി തരുന്ന ദൈവം. നീ മുട്ടിയ ഡോർ, ഇതുവരെ നിന്റെ മുമ്പിൽ ജോലിയുടെ അല്ലെങ്കിൽ വിസയുടെ ഓപ്പർച്യൂണിറ്റീസിന്റെ ഡോർ നോ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, ദൈവം യേശു പറയിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. Yes, I see a small cloud as the size of a man's hand is coming up from the sea. കടലിൽ നിന്നും മനുഷ്യന്റെ കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. Praise the Lord, praise the Lord, praise the Lord. എന്നും നോയല്ല ദൈവ മക്കളെ, എന്നും നോയല്ല. നിന്റെ ജീവിതത്തിൽ കർത്താവ് എന്നും നോ അനുവദിക്കുന്നില്ല. ആ നോ നീ കേൾക്കുന്ന സീസൺ ദൈവം മാറ്റി. കർത്താവ് യേശുവിന്റെ സീസൺ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വഴി അടഞ്ഞ സീസണെ ദൈവം ക്ലോസ് ചെയ്തിട്ട് നിന്റെ മുമ്പിൽ വലിയൊരു വാതിൽ ദൈവം തുറന്നിടുന്ന സീസണാണ്. ഇൻ യുവർ ജോബ്, ഇൻ യുവർ നീഡ്, whatever you are praying these days, God is turning your no yes in the name of Jesus. ദൈവം നിന്റെ നോകളെ അവൻ യേശുവാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. നീ കേട്ട് മടുത്തു. നോ വേക്കൻസി, നോ ഓപ്പർച്യൂണിറ്റി, നോ ഓപ്ഷൻസ്, നോ അവൈലബിലിറ്റി, നത്തിങ് പോസിബിൾ. കേട്ട് മടുത്തു. ദൈവം നിനക്ക് വേണ്ടി യേശു എന്ന് കൽപ്പിക്കുന്നു. Receive that in the name of Jesus. Receive that in the name of Jesus. Receive that in the name of Jesus. നിന്റെ സഭയോടുള്ള ബന്ധത്തിൽ ഇതുവരെയും അസാധ്യമെന്ന് തോന്നിയത്, ഇതുവരെ നോ എന്ന് പറഞ്ഞു നിന്നത്, ആത്മാക്കൾ വരുന്നതിന് തടസ്സങ്ങൾ, ഹല്ലേലൂയ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതിന്, ദൈവപ്രവൃത്തികൾ നടക്കുന്നതിന്, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നതിന് എല്ലാം തടസ്സമായി നിന്ന എല്ലാ നോകളെയും ദൈവം യേശുവാക്കി മാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ there is a shifting taking place. There is a shifting taking place in the life of the church today. ദൈവസഭയുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കണമേ. അപ്പോസ്തല പ്രവൃത്തി ചാപ്റ്റർ 12 ഇങ്ങനെ പറയുന്നു. Book of Acts chapter 12 പറയുന്നു, Peter was in the jail. He was in the prison. But the church was praying earnestly for his deliverance. സഭ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ബൈബിൾ പറയുന്നു, God sent an angel and delivered Peter out of the dungeon jail. Hallelujah. ആ പത്രോസിനെ വിടുവിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ പടിപ്പുര വാതിൽക്കൽ കൊണ്ട് നിർത്തി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു.
രോധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. കണ്ട ആ അസ്റ്റോണിഷ്മെന്റ്, ആ സർപ്രൈസ് കാരണം വിളിക്കാൻ മറന്നുപോയി. വാതിലിൽ നിൽക്കുന്ന ആളിനെ കഥ അടച്ചിട്ട് അകത്തേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, പത്രോസ് വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അകത്തിരുന്ന് പ്രാർത്ഥിച്ച അമ്മച്ചിമാരൊക്കെ എന്താ പറഞ്ഞെന്നറിയാമോ? അത് പത്രോസ് അല്ല, പത്രോസിന്റെ ദൂതനായിരിക്കും. എടാ, ദൂതന്റെ വിടുതലിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചേ, പത്രോസിന് വേണ്ടിയാ പ്രാർത്ഥിച്ചേ. അവരുടെ പ്രാർത്ഥനയുടെ മറുപടി പടിപ്പുര വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. The answer of their prayer is knocking at the door. Hallelujah. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം they were praying for Peter's deliverance. പത്രോസിന്റെ വിടുതലിന് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. They couldn't believe that Peter is delivered. They couldn't believe the answer of the prayer is at their door. Hallelujah. അവരെ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മതി. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് പകൽ നിന്റെ വീടിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. Get ready, open the door and receive it in the name of Jesus. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി യേശുവിന്റെ നാമത്തിൽ. Come on, receive it. നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് പകൽക്കാലം നിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നീ മടങ്ങി നിന്റെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഇതുവരെയും കാണാത്ത നിലയിൽ ഈ പ്രാർത്ഥനാ മീറ്റിംഗ് കഴിയുമ്പോൾ the prayer, the answer of your prayer is knocking at the door, is ready to come in. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ നീ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായി ദൈവത്തിന്റെ ചില അത്ഭുത പ്രവർത്തികൾ നീ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന പകലായത്. യേശുവിന്റെ നാമത്തിൽ നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടികൾ കർത്താവിന്റെ നാമത്തിൽ കൃപ ലഭിച്ചവർ, കൃപയുള്ളവർ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൃപ ലഭിച്ചവർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ, അസാധ്യങ്ങൾ സാധ്യമാകുന്നു. നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വാതിൽക്കൽ മുട്ടുന്നു. Come on, get ready, get ready, get ready. കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ, കൈകൊണ്ട് തൊടാവുന്ന രീതിയിൽ ആമേൻ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവപ്രവൃത്തിയുടെ പകല, ഇതൊരു ബ്രേക്ക് ത്രൂവിന്റെ പകല. It's a day of turning points. It's a day of new breakthrough. നിന്റെ കണ്ണുകൾക്ക് അത്ഭുതം തോന്നുമാർ നിന്നെ സർപ്രൈസ് ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ. വർഷങ്ങളായി നീ കാത്തിരിക്കുന്ന വിഷയം, നീ കണ്ണുനീരോടായിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്നു. നിന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന പകലായത്. എന്നും കണ്ണുനീരല്ല, എന്നും ഭാരമല്ല, എന്നും ആൻസൈറ്റി അല്ല. This is a new day of God's miracles. Riba rakhe rigane hamde riba lagate. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ നന്മയെ തടഞ്ഞു വെച്ച, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കെതിരെ യുദ്ധം ചെയ്യുന്ന, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന, നിന്റെ ഡെസ്റ്റിനിക്കെതിരെ യുദ്ധം ചെയ്യുന്ന പോരുകളെ മാറ്റിക്കളഞ്ഞ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വീട്ടിലേക്ക് വരുന്നു. The answer of your prayer is coming to your home. It's coming to your life. Rabba
rikalase. Ibara baba hamde ribalagate. ഞാൻ ഈ വിഷയം പറയുമ്പോൾ കർത്താവ് ഹൃദയത്തിൽ തന്ന മറ്റൊരു ആശയം പറയാറുണ്ട്. അർദ്ധരാത്രിയിൽ തടവറയിൽ കിടക്കുന്ന പത്രോസിനെ വിളിപ്പാൻ ദൈവം തന്റെ ദൂതനെ സ്വർഗത്തിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്തു. ആ ദൂതൻ വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. ഉടനെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു. അവിടെ വലിയൊരു പ്രകാശമുണ്ടായെന്ന് ദിവസം പറയുന്നു. ഹല്ലേലൂയ. അർദ്ധരാത്രിയിലെ ആ ഡാർക്ക് റൂമിൽ, ആ പ്രിസൺ റൂമിൽ ഒരു വലിയ പ്രകാശമുണ്ടായി. ചങ്ങലകൾ വീണു അവന്റെ ദേഹത്തു നിന്ന്. എന്നിട്ട് ദൂതൻ പറയുന്നുണ്ട്, വേഗത്തിൽ ആമി അരമുറുക്കി ചെരുപ്പിട്ട് നിന്റെ പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് എൻ്റെ ഇവിടെ വാ. ഇങ്ങനൊരു ആശയം അതിനകത്തുണ്ട്, ഇങ്ങനൊരു ദൈവിക ദൂത അതിനകത്തുണ്ട്. പത്രോസിന്റെ ശുശ്രൂഷയുടെ വേഷം അഴിച്ചു വെപ്പിച്ച് അവനെ ക്രിമിനൽ വേഷം ഇടിപ്പിച്ച് ജയിലിൽ കടത്തിയിട്ടിരിക്കുക. അവനിട്ട ചെരുപ്പും അവന്റെ അരമുറുക്കുന്ന ബെൽറ്റുമൊക്കെ അവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. അവൻ പുതച്ചിരുന്ന പുതപ്പ്, ശുശ്രൂഷയുടെ പുതപ്പൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമീൻ. നിഴല് പോലും തട്ടിയ രോഗികൾ സൗഖ്യമാകുന്ന രീതിയിലുള്ള ദൈവകൃപയുടെ നിറവിൽ നിന്ന ശുശ്രൂഷകനെ ഒരു നേരം ശുശ്രൂഷയില്ലാതെ അതൊക്കെ നഷ്ടപ്പെടുത്തി മറ്റൊരു വേഷം ധരിപ്പിച്ച് ജയിലിട്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അന്ന് രാത്രിയിൽ ജയിലിൽ പ്രകാശം പരന്നപ്പം, പ്രകാശ്, ഞങ്ങളതിനെ സൈലന്റ് ഡെലിവറൻസ് എന്നാണ് വിളിക്കുന്നത്. കാരണം തടവുകാരെ നോക്കുന്ന പട്ടാളക്കാരന്മാരെ പോലും തിരിച്ചറിഞ്ഞില്ല പത്രോസിന്റെ വിടുതൽ. അവര് പോലും അറിഞ്ഞില്ല. ഒന്നാം കാവലും രണ്ടാം കാവലും ഒക്കെ കടന്നു വന്നത് അവര് പോലും അറിഞ്ഞില്ല. സംടൈം ആരും അറിയാതെ വിടുതൽ സംഭവിക്കും. ഞങ്ങളതിനെ സൈലന്റ് ഡെലിവറൻസ് എന്ന് വിളിക്കാറുണ്ട്. നിശബ്ദമായി നടക്കുന്ന വിടുതലുകൾ. അന്ന് ആ പ്രകാശം പരന്നപ്പോ, പലപ്പോഴും എന്തിനാ അവിടെ പ്രകാശം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു ചിന്ത അതിനകത്തുണ്ട്. പത്രോസേ, നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ശുശ്രൂഷയുടെ വേഷമൊക്കെ ഉണ്ടല്ലോ, ആ റൂമിൽ എവിടെയോ കിടപ്പുണ്ട്. ഇനി ഇട്ടിരിക്കുന്ന പ്രിസൺ റൂമിൽ എവിടെയോ നീ കോർണറിൽ എടുത്തിട്ടിട്ടുണ്ട്. നീ ഇട്ട ചെരുപ്പും നിന്റെ ബെൽറ്റും നിന്റെ പുതപ്പും ഇതൊക്കെ നിന്റെ ശുശ്രൂഷയുടെ ചിഹ്നങ്ങളാ. അതൊക്കെ മാറ്റിക്കളഞ്ഞ് നിന്നെ തടവുകാരന്റെ ഡ്രസ്സ് ധരിപ്പിച്ച് അതിനകത്തിട്ടിരിക്കുന്നേ. തടവുകാരന് കൊടുക്കുന്ന ചങ്ങലയും അവനെ ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. ദൂതനൊന്ന് വിലാപ്പുറത്ത് തട്ടിയപ്പം ഇതൊക്കെ അഴിഞ്ഞു വീണെന്ന് വേദപുസ്തകം പറയുന്നു. അഴിഞ്ഞു വീഴുക മാത്രമല്ല, ഡെലിവറൻസ് മാത്രമല്ല അവിടെ സംഭവിച്ചത്. പ്രകാശം പകർന്നപ്പോൾ പത്രോസിന് മനസ്സിലായി, ഊരിയിട്ട സാധനങ്ങളൊക്കെ എവിടെ കിടക്കുന്നത്, അത് എടുത്ത് ധരിക്കാൻ ഉള്ള കാഴ്ചപ്പാട് പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷ വേണ്ടെന്ന് വെച്ച് ദൈവം നിനക്ക് തന്ന കൃപകളും കൃപാവരങ്ങളും ഒക്കെ പിശാച് ജഡമിട്ട് മൂടി. ഹല്ലേലൂയ. ചില പോരുകളെ കൊണ്ട് ബന്ധിച്ച് നിനക്കുണ്ടായിരുന്ന കൃപാവരങ്ങളുടെ ശുശ്രൂഷകളും നീ പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കൾ അലറി മാറുന്ന അനുഭവങ്ങൾ നിന്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആർക്കുമില്ലാത്ത ആഴമേറിയ വെളിപ്പാട് നീ കൈകാര്യം ചെയ്യുമായിരുന്നു. ആഴമേറിയ ദർശനങ്ങൾ ദൈവം നിന്നിലൂടെ പകരുമായിരുന്നു. ഹല്ലേലൂയ. ആമീൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയുടെ നിറവുകൾ നീ അനുഭവിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ ദൂത് പറയുന്ന അനുഭവങ്ങൾ നിന്റെ നാവുകളെ പരിശുദ്ധാത്മാവ് ശക്തമായി ചലിപ്പിച്ച് രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുന്ന രീതിയിൽ, അധികാരങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ മറഞ്ഞുകിടക്കുന്ന വിഷയങ്ങളെ ദൈവഹൃദയത്തിൽ നിന്നും പ്രാപിച്ചു വിളിച്ചു പറയുന്ന ആത്മാവിന്റെ നാവായി മാറിയ അനുഭവങ്ങൾ നിനക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. കൃപാവരങ്ങളുടെ ശുശ്രൂഷയിൽ ജ്വലിച്ചു നിന്ന നിന്റെ അനുഭവങ്ങൾ മറന്നു പോകരുത്. എന്നാൽ ഈ ദേശത്ത് വന്ന് ചിലരൊക്കെ മണ്ണിട്ട് ഫെലിസ്ത്യർ മൂടിയതുപോലെ, അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച കിണറുകളെ ഇസ്ഹാക്കിന്റെ കാലത്ത് ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയതുപോലെ, ചില ജഡത്തിന്റെ ശക്തികളാൽ നിനക്കുണ്ടായ ആത്മീയ അനുഭവങ്ങളെയൊക്കെ മൂടപ്പെട്ട് കിടക്കുമ്പോൾ ദൈവം വിളിച്ച കാര്യങ്ങൾ, തന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയാതെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, നഷ്ടപ്പെട്ട വ്യക്തിയായി നീ ഇരിക്കുമ്പോൾ
കൃപാവരങ്ങൾ നഷ്ടപ്പെട്ട, ശുശ്രൂഷ നഷ്ടപ്പെട്ട, ദൗത്യം നഷ്ടപ്പെട്ട, ആത്മാവിന്റെ ശക്തി നഷ്ടപ്പെട്ട, വചന ശുശ്രൂഷയുടെ വെളിപ്പാട് നഷ്ടപ്പെട്ട, അധികാരം നഷ്ടപ്പെട്ട, ഹല്ലേലൂയ, ആമേൻ, വ്യക്തികളെ നിന്നെ നോക്കി ദൈവം പറയുന്നു, നഷ്ടപ്പെട്ടത് എന്നത് മനസ്സിലാക്കി നിന്റെ അകത്ത് ദൈവം ഒരു വെളിച്ചം പകരുന്നു. പകൽക്കാലം arise and shine. ആമേൻ, ആമേൻ. ദൈവം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് ഇന്ന് പകൽ ഇവിടെ ഉദിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നിന്നെ ഇട്ടിരിക്കുന്ന ചില ജയിൽ മുറികൾക്കകത്ത്, നിന്നെ ഇട്ടിരിക്കുന്ന ചില ജയിൽ മുറികൾക്കകത്ത് ദൈവം വെളിച്ചം പകരുന്നു. നഷ്ടപ്പെട്ട ശുശ്രൂഷ, നഷ്ടപ്പെട്ട കൃപാവരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഒന്ന് റീസ്റ്റോർ ആകുന്ന പകലാകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ആത്മീക ശുശ്രൂഷയിൽ നിനക്ക് നഷ്ടപ്പെട്ട പലതുകൊണ്ട് വചനം പറയാനുള്ള കഴിവ്, പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക അഭിഷേകം, ആലോചന വിളിച്ചു പറയുന്ന അനുഭവങ്ങൾ, ദൈവിക വെളിപ്പാട് കൈകാര്യം ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലങ്ങൾ ഏറെയായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ പത്രോസ് ആ വെളിച്ചം വ്യാപിക്കുമ്പോൾ പത്രോസ് ഹല്ലേലൂയ ചെരുപ്പിട്ട് അരമുറക്കി തന്റെ പുതപ്പെടുത്ത് ധരിക്കുന്നത് പോലെ ഈ പകൽക്കാലം കർത്താവ് തന്റെ ദാസന്മാരെ അയച്ച് നിന്നോട് സംസാരിക്കുന്ന ഈ പകൽ യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ പുതപ്പിന്ന് പകൽക്കാലം കമോൺ, നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷയുടെ പുതപ്പ്, മാറ്റിവെച്ച ശുശ്രൂഷയുടെ പുതപ്പ് ഇന്ന് പകൽ തിരികെ എടുക്കുവാൻ, കമോൺ, കമോൺ, തിരികെ എടുക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ കൃപാവരത്തിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ റിസ്റ്റോർ ആകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആലോചന പറയുന്നു. ഇന്ന് ഈ സഭയ്ക്കകത്ത്, ആമേൻ, 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 ഈ സഭയ്ക്കകത്തൊരു ഉണർവുണ്ട്, ഈ സഭയ്ക്കകത്തൊരു ഉണർവുണ്ട്. ആമേൻ. നഷ്ടപ്പെട്ട ശുശ്രൂഷ നഷ്ടപ്പെട്ട ചില പത്രോസുമാരെ പോലെ ശുശ്രൂഷ നഷ്ടപ്പെട്ട ചില പ്രിയപ്പെട്ടവരിനകത്തിരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ Glory, 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 glory. കൃപാവരങ്ങൾ നഷ്ടപ്പെട്ട, ജ്വലനം നഷ്ടപ്പെട്ടിരിക്കുന്ന ചില സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയുടെ പുതപ്പ്, നിന്റെ കൃപാവരത്തിന്റെ പുതപ്പ് എടുത്തൊന്ന് ധരിക്കാൻ, കമോൺ, 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 ഒന്ന് എടുത്ത് ധരിക്കാൻ, കമോൺ, ഒന്ന് എടുത്ത് ധരിക്കാൻ, കമോൺ, യേശുവിന്റെ നാമത്തിൽ. റോഖേര ഹംദേ റിബ ലഗത്തെ, റോഖേ ഹംദേ റിബ ലഗത്തെ, അതിരവ ശംദന ഹൗഷാരിഗനെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടത് ഇന്ന് പകൽക്കാലം പുതുക്കം പ്രാപിക്കട്ടെ. നിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം. ശുശ്രൂഷയുടെ കൃപകൾ, ശുശ്രൂഷയുടെ കൃപാവരങ്ങൾ ഒരു തീ ആളിക്കത്തുന്ന പോലെ ജ്വലിക്കട്ടെ. കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ. Thank you, Lord. യേശുവിന്റെ നാമത്തിൽ. അവസാനത്തെ പോയിന്റ് ആണ് ഏലിയാവിന്റെ the characteristics of Elijah's prayer life. The number one was the earnestness of his prayer life. Number two was the expectation of his prayer life. അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രതീക്ഷ. മൂന്ന്, the effect of his prayer life. അവന്റെ പ്രാർത്ഥനയുടെ ഫലം, അതിന്റെ ഇഫക്റ്റ്. two-way effect വേദോസത്തിൽ പറയുന്നു. വായിക്കാം വേദഭാഗം, 1 Kings chapter 18. ആമേൻ. മുമ്പേ വായിച്ച് നിർത്തിയ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താട്ട്. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും
കാറ്റും കൊണ്ട് കറുത്തു, ആ. വൻമഴ പെയ്തു. ആ. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ആ. ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ദൈവത്തിന്റെ വചനം പറയുന്നു, രണ്ട് രീതിയിലുള്ള എഫക്റ്റ് ആണ് ഉണ്ടായത്. The two-way result of the prayer. Number one, the hand of God came upon Elijah. പ്രാർത്ഥിച്ചവന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. The hand of God shows the power of God. ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ കരത്തെ കാണിക്കുന്നത്. ദൈവത്തിന്റെ കരം ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ അവൻ അരമുറുക്കിയും കൊണ്ട് ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടി. Praise the Lord. ദൈവത്തിന്റെ അത്യന്ത ശക്തി പ്രാർത്ഥിച്ചവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവൻ അമാനുഷികമായ വേഗത ദൈവം കൊടുത്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം തന്റെ ശുശ്രൂഷയിൽ ആത്മീക ജീവിതത്തിൽ അസാധാരണ വേഗത തരുന്ന ദൈവമാണ്. ചില കാര്യങ്ങളൊക്കെ ചില ടൈം ഫ്രെയിമിനകത്ത് ചെയ്തെടുക്കാനുള്ള അസാധാരണ സ്പീഡ് ദൈവത്തിന്റെ അഭിഷേകത്തിൽ നൽകട്ടെ. ഹല്ലേലൂയ. നിന്നെ ദൈവം ഏൽപ്പിച്ച പ്രൊജക്റ്റുകൾ, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ദൈവം പറഞ്ഞിരിക്കുന്ന ടൈം സോണിനകത്ത് ചെയ്ത് തീർക്കാനുള്ള അസാധാരണ സ്പീഡ് ദൈവം നിന്റെ അഭിഷേകത്തിൽ തരട്ടെ. ഹല്ലേലൂയ. ചില വ്യക്തികളെയൊക്കെ പിശാച് ഭാരമിട്ട് അടിച്ചമർത്തുമ്പോൾ, സ്തോത്രം, ആമേൻ, നമ്മളെ പലപ്പോഴും തളർത്തുന്ന, പിന്നോട്ട് വലിക്കുന്ന പാപവും, ആമേൻ, താഴോട്ട് നമ്മളെ അടിച്ചമർത്തുന്ന ഭാരവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. മുറുകെ പറ്റുന്ന പാപവും പിന്നോട്ട് വലിക്കുന്ന പാപവും, ആമീൻ, നമ്മളെ താഴോട്ട് അമർത്തിക്കളയുന്ന ഭാരവും വിട്ട് നിന്നെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. പാപം നിന്നെ പിന്നോട്ട് വലിക്കുമ്പോൾ ഭാരം നിന്നെ താഴോട്ട് അടിച്ചമർത്തും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ചമർത്തുമ്പോൾ നിനക്ക് വേഗത നഷ്ടപ്പെടും. നിന്റെ സ്പീഡ്, ദൈവം നിനക്ക് അനുവദിച്ചൊരു സ്പീഡുണ്ട്. നീ പോകുന്നുണ്ട്, പക്ഷെ നീ ഭയങ്കര സ്ലോയാ ക്രിസ്ത്യൻ ലൈഫിൽ. ഓരോ സ്റ്റെപ്പും നീ വെക്കുന്നത് വളരെ വേഗത കുറഞ്ഞാണ്. കാരണം വലിയ ഭാരം നിന്റെ മേലുണ്ട്. പാപം പുറകോട്ടും വലിച്ചുകൊണ്ടിരിക്കുക. ഈ രണ്ട് കണിക്കകത്ത് നീ കിടക്കുമ്പോൾ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ പറ്റുന്നില്ല. നിന്നെ ദൈവം നടക്കാനല്ല വിളിച്ചത്, ഓടാനാ വിളിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഏലിയാവിന്റെ മേൽ ദൈവകരം വന്നപ്പോൾ ഏലിയാവ് ആഹാബിന്റെ രഥം, കുതിരയുടെ രഥങ്ങൾ, അതിന്റെ സ്പീഡ് ഭയങ്കര വേഗതയാ. ശക്തമായി പെയ്യുന്ന മഴയിൽ ഒരു മനുഷ്യന് വേഗത്തിൽ ഓടാൻ പറ്റത്തില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, ശക്തിയേറിയ ഏറ്റവും പ്രഭാവമുള്ള ആഹാബിന്റെ കുതിരകൾ ഓടുന്നതിനെക്കാട്ടിലും വേഗത്തിൽ, ആഹാബിന്റെ കുതിരയുടെ രഥചക്രങ്ങളെക്കാട്ടിലും വേഗത്തിൽ ഏലിയാവിന്റെ കാലുകൾക്ക് വേഗത കൊടുത്ത ദൈവം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ശക്തികൾ, ഈ ലോകത്തിന്റെ സിസ്റ്റംസ്, ആമേൻ, ആമേൻ, ആഹാബിന്റെ ചക്രങ്ങളെ പോലെ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന, നിന്നെ പിന്നിലാക്കാൻ ശ്രമിക്കുന്ന, നിന്റെ ഓട്ടത്തെ പിന്നിലാക്കാൻ ശ്രമിക്കുന്ന, നിന്റെ ഓട്ടത്തെ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കുന്ന എല്ലാ ഈ ലോകത്തിന്റെ ഗതികളെ ജയിച്ചുകൊണ്ട്, ഈ ലോകത്തിന്റെ ഗതിയെ ജയിച്ചുകൊണ്ട് മുന്നോട്ട് ഓടാൻ അഭിഷേകം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ആ ഓട്ടം ചെന്ന് നിർത്തിയത് ജസ്രീലിന്റെ വാതിൽക്കലാണ്. ഇസബേൽ ഇരിക്കുന്ന സ്ഥലത്താ. ഇസബേലിന്റെ ഹസ്ബൻഡ് ആഹാബിന്റെ സിംഹാസനം ഇരിക്കുന്ന പ്ലേസാ ജസ്രീൽ. ഹല്ലേലൂയ. അവിടെ ചെന്ന് ഒറ്റ സ്ത്രീ ശബ്ദത്തിന്റെ മുമ്പിൽ പതറിപ്പോയി ഈ അഭിഷേകത്തോട് ഓടിയവൻ. ഒറ്റ സ്ത്രീ ശബ്ദം, എൻ്റെ ദാസന്മാരെ, പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്റെ ജീവനെ ഞാൻ നാളെ ആക്കും. ആ ഓട്ടം ഓടിയെ, ആ ഓട്ടത്തെ സ്റ്റോപ്പ് ചെയ്തത് അവനെ ഭയപ്പെടുത്തുന്ന ഒരു സ്ത്രീ ശബ്ദം, ഇസബേലിന്റെ ശബ്ദം. അനേക ശുശ്രൂഷകന്മാരെ, അനേക യോദ്ധാക്കളെ ശുശ്രൂഷയുടെ മണ്ണിൽ അവരുടെ വേഗത കുറച്ച് അവരെ ലക്ഷ്യം തെറ്റിപ്പിച്ച് കളഞ്ഞ ആമീൻ ജഡീക പോരുകളുണ്ട്, ശക്തികളുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഏലിയാവ് ഓടിയത് ജീവരക്ഷയ്ക്ക് വേണ്ടി പിന്നെ ഓടിയെന്ന വ്യവസ്ഥം പറയുന്നേ.
മരിച്ചാ മതി എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിലൊക്കെ ഡിപ്രഷനിൽ കിടക്കുന്ന ഏലിയാവിനെയാ പിന്നെ കാണുന്നേ. ദൂതൻ വന്ന് അപ്പവും വെള്ളവും കൊടുത്ത് അടുത്ത 40 ദിവസവും രാത്രിയും പുതിയ യാത്ര കൊടുക്കുന്നിടം വരെയും ജീവരക്ഷയ്ക്ക് വേണ്ടി, പ്രാണന് വേണ്ടി ഓടി രക്ഷപ്പെടുന്ന, താഴേക്ക് നിലം പതിച്ചോടുന്ന ഏലിയാവിനെ കാണാൻ സാധിക്കുന്നേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഈ ലോകത്തിൽ ദൈവം നിനക്ക് അഭിഷേകം തരുമ്പോൾ ഈ ലോകത്തിലെ യാതൊന്നും, ഒരു പോരുകളോ, ഒരു എൻഡൈസിങ് തിങ്സോ, ഒരു ജഡമോ, ഒരു സ്ത്രീയോ, ഒരു പൈസയോ, പൊന്നോ പണമോ, യാതൊരു ലൗകിക ശക്തികളോ നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാതിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, ഒരു അഭിഷേകം തന്നിട്ടുണ്ട്, മറ്റാർക്കുമില്ലാത്തൊരു വെളിപ്പാട് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നിന്റെ യൗവന പ്രായത്തിൽ ചെയ്തെടുക്കാനുള്ള കരുത്ത് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. മറ്റാർക്കുമില്ലാത്ത കൃപകളെ ദൈവം പകർന്നിട്ടുണ്ട്. അത് സൂക്ഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ നിരാശപ്പെടുത്തുന്ന ശബ്ദങ്ങളെല്ലാം അതിന്റെ മുമ്പിൽ നീ തോറ്റ് പിന്മാറുകയല്ല. നിന്നെ തോറ്റ് അത് പിന്മാറട്ടെ. നിന്നെ ഓവർകം ചെയ്യാനായിട്ട് പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ രഹസ്യ ആയുധങ്ങളും നീ അതിനെ ജയിക്കുന്ന രീതിയിൽ യേശുവിന്റെ നാമത്തിൽ ഡിപ്രഷൻ ആകാം, നിരാശയാകാം, ഡിപ്രഷൻ ആകാം, ഭയമാകാം, റിജക്ഷൻ ആകാം, ലോൺലിനെസ് ആകാം, എന്തുമായിക്കോട്ടെ, പിശാച് നിനക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധം എന്തുമായിക്കോട്ടെ, അതിനെ ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം, 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 സ്തോത്രം. ഈ രാജ്യത്ത് വന്നു നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ശുശ്രൂഷയില്ലാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആമേൻ ആമേൻ ആമേൻ, ജീവിതത്തിലെ വേദനകൾ മൂടി വെച്ച് ആരോടും പറയാത്ത അവസ്ഥകളിലൊക്കെ കടന്നു പോകുന്ന ഒരു സ്വീറ്റ് ജയിൽ എന്നൊക്കെയാണ് ഞങ്ങൾ ഈ വെസ്റ്റേൺ കൺട്രിയെ വിളിക്കുന്നത്. മധുരമുള്ള തടവറ. ഹല്ലേലൂയ. മധുരമുള്ള തടവറയിൽ പാർക്കുന്നത് പോലെ ജീവിതത്തിൽ വേദന തിന്നു കഴിയുന്ന വ്യക്തിയാണോ നീ? ഞാനൊരു കാര്യം പറയാം, ഈ ദിവസങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള റെസിസ്റ്റൻസിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകത്തെ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ അത് ഡിവോർ ചെയ്യുകയല്ല, നിന്നെ പ്രതികൂലം നശിപ്പിക്കുകയല്ല, നിന്നെ വെല്ലുവിളിക്കുന്ന പോരുകൾ നിന്നെ തകർക്കുകയല്ല, അതിനെ അതിജീവിക്കുന്ന ഏലിയാവ് ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടിയതുപോലെ ചിലതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ഇഫക്റ്റ്, റിസൾട്ട് എന്ന് പറയുന്നത്, ദേശത്ത് വൻമഴ പെയ്തു. ദ ഡ്രൗട്ട് ലാൻഡ്, ഫാമിൻ ലാൻഡിൽ വിള്ളലായി പൊട്ടിപ്പിടർന്നു കിടക്കുന്ന, എന്ത് നട്ടാലും കിളിക്കാത്ത, വിണ്ട് കീറിക്കിടക്കുന്ന, ശാപം പിടിച്ച ശമരിയുടെ മണ്ണിൽ ദൈവം മഴ പെയ്യിപ്പിച്ചു. വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, ഫലങ്ങൾ കായ്ക്കാൻ തുടങ്ങി. ഇത് ഈ സഭയ്ക്കുള്ള ഒരു ആലോചനയാ, ഈ ദേശത്തുള്ള ഒരു ആലോചനയാ. ഈ എപ്പിംഗ് ഏരിയയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വിണ്ട് കീറപ്പെട്ട് കിടക്കുന്ന ശുശ്രൂഷയുടെ ഈ മണ്ണുകളിലേക്ക് ദൈവത്തിന്റെ മഴ ദൈവം പെയ്യിപ്പിക്കുന്ന പകലായത്. ഇതുവരെ നിങ്ങൾ കാണാത്ത റിസൾട്ടുകൾ, ഇതുവരെ നിങ്ങൾ കാണാത്ത ഫലങ്ങൾ ഈ ദേശം തരാൻ പോകുന്നു. കർത്താവിന്റെ ദാസനെ, ഇതുവരെ നിങ്ങൾ കാണാത്ത ഫലം, ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഹാർവസ്റ്റ് ഈ ദേശം നിങ്ങൾക്ക് തരാൻ പോകുന്നു. ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചനയാ. ഇതുവരെയും ദേശത്ത് നിങ്ങൾ കാണാത്ത നന്മകൾ ദൈവം ദേശത്തോടെ വെളിപ്പെടുത്താൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ആമീൻ പറഞ്ഞ് നമ്മൾ പിരിയുന്നതിന് മുമ്പ്, come on, I want every person, every family, every single one seated in the church today, hallelujah, amen, listen to the voice of God and get ready to taste what the land offers. ഈ ദേശത്തിലൂടെ ദൈവം തരാൻ പോകുന്ന ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത നന്മകൾ. ബെർശേബ മരുഭൂമിയിൽ ഹാഗാർ അലഞ്ഞു തിരിയുമ്പോൾ അവിടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഉറവകൾ തുറന്നതുപോലെ ഈ ദേശത്ത് ദൈവം പുതിയ ഉറവകൾ, പുതിയ നന്മയുടെ അനുഭവങ്ങൾ, പുതിയ ആത്മാക്കളുടെ അനുഭവങ്ങൾ, പുതിയ ശുശ്രൂഷകൾ, പുതിയ ഹാർവസ്റ്റ് ഈ ദേശത്ത് ദൈവം വെളിപ്പെടുത്തുന്നു. ചർച്ച്, get ready.
Get ready for the revival. The Lord is healing the land. ദൈവം ദേശത്തെ സൗഖ്യമാക്കുന്നു. Amen, 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 amen. Amen, 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 amen. Amen, amen, amen. വർഷങ്ങളായി ശാപം കിട്ടിക്കിടക്കുന്ന മണ്ണിന്റെ ഭാഗങ്ങൾ ഈ ദേശത്ത് വലിയ ദൈവപ്രവൃത്തി നടക്കുന്നു. ദുരാത്മാക്കൾ ഭരിക്കുന്ന പൈശാചിക ശക്തികൾ താണ്ഡവമാടുന്ന ഈ ദേശത്ത് വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. എന്ന് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ഈ വോലോട്ട് എപ്പിംഗ് ഏരിയ സോൺസ് ഒക്കെ ഭരിക്കുന്ന ഈ മണ്ണുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ദുഷ്ട സാന്നിധ്യങ്ങൾ, പൈശാചിക പോരുകൾ, ഇന്നുപോൽ ദൈവമക്കൾ ആമീൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ദുഷ്ട പോരുകളൊക്കെ ഈ ദേശം വിട്ടു പോകുന്നു. ഈ ദേശത്തിന്റെ നന്മയെ അപഹരിച്ചു വെച്ചിരിക്കുന്ന, ഈ ദേശത്ത് നന്മ വെളിപ്പെടാതിരിക്കാൻ തക്കവണ്ണം ഈ ഭൂമിയെ ഹല്ലേലൂയ ശാപത്തിന്റെ കീഴിൽ വെച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ക്യാമ്പുകളെ ദൈവം ഇന്ന് പകർക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കാൽവരി പെന്തക്കോസ്റ്റൽ ചർച്ച് ഇതുവരെയും നീ കാണാത്ത ദൈവപ്രവൃത്തി, ഇതുവരെയും നീ കാണാത്ത ശുശ്രൂഷ, ഇതുവരെ നീ കാണാത്ത ആത്മാക്കൾ, ഇതുവരെ നീ കാണാത്ത റിവൈവൽ, ഇതുവരെ നീ കാണാത്ത ദൈവ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ വെളിപ്പെട്ടു വരുന്നു. വിശ്വസിക്കും ദൈവമക്കൾ ദൈവത്തെ ആത്മാവിൽ നിന്ന് സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്ത് വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് ദൈവമക്കൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേശത്ത് വലിയ റിവൈവൽ, വലിയ ദൈവപ്രവൃത്തി, വലിയ ഹീലിംഗ്. യെസ്, പുതിയ ആത്മാക്കൾ, പുതിയ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഈ സഭയിൽ വന്ന ചിലർ രോഗസൗഖ്യം പ്രാപിക്കുന്നു, ഈ സഭയിൽ വന്ന ചിലർ വിടുതൽ പ്രാപിക്കുന്നു. പാരമ്പര്യ മുഖങ്ങളൊക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തകരുന്നു. വലിയൊരു മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, ഉണർവിന്റെ മഴ പെയ്യുന്നു. ഹീലിംഗ് റെയിൻ, ആമീൻ, ദേശത്ത് സൗഖ്യം പകരുന്ന മഴ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിനത്തിൽ അഗ്നിജാലക്കത്തെ കണ്ണുള്ള ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന പകലിൽ വലിയ ഉണർവിന്റെ മഴ, വലിയ ഹീലിംഗിന്റെ മഴ, വലിയ ബ്രേക്ക് ത്രൂവിന്റെ മഴ ഈ മണ്ണിൽ പെയ്തിറങ്ങുന്നു. നമ്മുടെ സഭയിലെ ഓരോ കുടുംബത്തിൽ, ഓരോ വ്യക്തിയിൽ ഈ മഴ പെയ്തിറങ്ങുന്നു. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും, നമ്മുടെ ഓരോ വ്യക്തികളിലും ഈ മഴ ഇന്ന് പകൽ പെയ്തിറങ്ങട്ടെ. ഹീലിംഗിന്റെയും റെസ്റ്റോറേഷന്റെയും മഴ പെയ്യട്ടെ. നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങളിലും അവരുടെ ഭവനത്തിന്റെ മണ്ണിലേക്ക് ഈ മഴ പെയ്തിറങ്ങട്ടെ. ഫലമില്ലാത്ത കുടുംബങ്ങളിലേക്ക്, ഫലം പുറപ്പെടുവിക്കാത്ത ജീവിതങ്ങളിലേക്ക്, ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇന്നു മുതൽ ആള് മാറിയതുപോലെ ആക്കുന്ന, ചില കുടുംബങ്ങളെ ആള് മാറിയതുപോലെ ആക്കുന്ന, ചില കുടുംബങ്ങളുടെ ലെവലുകളെ മാറ്റുന്ന, ചില കുടുംബങ്ങളുടെ ആരാധന രീതിയെ മാറ്റുന്ന, ചില കുടുംബങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാറ്റസിനെ മാറ്റുന്ന രീതിയിൽ ദൈവപ്രവൃത്തിയുടെ, ദൈവിക ഹീലിംഗിന്റെ, ദൈവിക ഉണർവിന്റെ മഴ പെയ്തിറങ്ങട്ടെ. ഇന്ന് പകൽ ദൈവവരനിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിന്റെ മണ്ണിൽ കർത്താവേ, ഇന്ന് പകൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഫലം കാണുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തെ ഹീൽ ചെയ്യുന്ന, എൻ്റെ കുടുംബത്തെ എന്നേക്കുമായി ഹീൽ ചെയ്യുന്ന, സ്തോത്രം, എൻ്റെ അവസ്ഥകളെ മാറ്റുന്ന ആ ഹെവൻലി റെയിൻ
ഹല്ലേലൂയ പേയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി, എൻ്റെ സഭയുടെ മണ്ണിൽ കർത്താവെ ഇതുവരെയും കാണാത്ത ഫ്രൂട്ട്സ്, ഫലങ്ങൾ, ഇതുവരെയും കാണാത്തൊരു ഹാർവസ്റ്റ് കാണത്തക്ക രീതിയിൽ ആ വൻമഴ ശക്തമായ എൻ്റെ സഭയുടെ മണ്ണിൽ വിതറങ്ങണമേ. How many of you can pray? എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവിക സന്ദർശനം ആഗ്രഹിക്കുന്ന യുവമക്കൾ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതുവരെയും കാണാത്ത ഉണർവ്, ഇതുവരെയും കാണാത്ത ഹാർവസ്റ്റ്, ഇതുവരെയും കാണാത്ത ദൈവപ്രവർത്തികൾ ഞങ്ങളുടെ സഭയിൽ കാണും. വിശ്വാസത്താൽ ഈ വചന ശുശ്രൂഷ ആ നിലയിലേക്ക് ഞങ്ങളെ നയിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി എന്നോടുകൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. Along with you, I'm praying for your own family, your own personal life. ഇന്ന് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്ന പകലാ. I can see God is doing some amazing things, awesome things in the life of his people. More than you ask and imagine, more than you can think. God awesomely, he's working something great in your life today. ശക്തമായ ശുശ്രൂഷയുള്ള കുഞ്ഞുങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുക. ശക്തമായ ശുശ്രൂഷയുള്ള കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കും. ഞാൻ ഈ തൊട്ടതൊക്കെ ദൈവത്തിന്റെ തീപ്പന്തങ്ങളാ. നാളെ കർത്താവിന് വേണ്ടി ശോഭിക്കേണ്ടതാ. കർത്താവിന്റെ ദാസന്മാരെ, ഈ സഭയ്ക്കകത്ത് ദൈവാത്മാവിന്റെ ശബ്ദമായി മാറേണ്ടുന്ന കുഞ്ഞുങ്ങളിനകത്ത് ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ ആധികാരിക ശബ്ദം. ഓ ജീസസ്, ദൈവത്തിന്റെ എക്സ്ട്രാ ഓർഡിനറി വോയിസ്. മഹത്വം ഇറങ്ങുകയാ, മഹത്വം ഇറങ്ങുകയാ. 2 മിനിറ്റൂടെ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. മഹത്വം ഇറങ്ങുകയാ, ഈ കുഞ്ഞുങ്ങളിലേക്ക് മഹത്വം ഇറങ്ങുകയാ. ദൈവം ഇവരിൽ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ശക്തമായി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച മക്കളെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആത്മാവിൽ ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളിലേക്ക് ഇറങ്ങുകയാ. ദൈവത്തിന്റെ ഗ്ലോറി മക്കളെ, ദൈവത്തിന്റെ ഗ്ലോറി that more than you can think. ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളിലേക്ക് ഇറങ്ങുകയാ. ദൈവത്തിന്റെ വലിയ മഹത്വം. മോശ ഹോരേബിന്റെ മുൾപ്പടർപ്പിൽ കത്തുന്ന തീ കണ്ടതുപോലെ you are witnessing the glory of God. കർത്താവെ, തലമുറയെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ, ഈ രാജ്യങ്ങളിൽ ഒരു ദൈവശബ്ദമാകാൻ, ഈ രാജ്യങ്ങൾക്ക് പുറത്തും ഒരു ദൈവശബ്ദമാകാൻ. ഓ സ്തോത്രം, ഹല്ലേലൂയ. അനേക യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അനേക ജനങ്ങളെ തൊട്ട് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹോളി സ്പിരിറ്റിന്റെ ഓതന്റിക് വോയിസായി കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന തലമുറകൾ. കർത്താവ് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം തരുന്ന എല്ലാ വിടുതലുകൾക്കായി, നിയോഗങ്ങൾക്കായി സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് തലകളെ വണക്കി ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സമയം ദൈവത്തിലായിരിക്കാൻ അതിശക്തമായി ദൈവത്തിന്റെ ആലോചന ഇന്ന് വ്യക്തികളോടുള്ളത്, നമ്മുടെ സഭയോടുള്ളത്, ദേശത്തോടുള്ളത് ഒക്കെ കർത്താവിന്റെ ദാസനുടെ കേൾപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ 3 സവിശേഷത ഇന്ന് പകൽ ദൈവത്തിന്റെ ദാസനിലൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ചു. അവൻ പ്രാർത്ഥിച്ചത് ശ്രദ്ധയോടെ ആയിരുന്നു. അവന്റെ പ്രാർത്ഥന പ്രതീക്ഷയോടുകൂടെ ആയിരുന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഫലം നൽകുവാനിടയായി. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ദൈവത്തിൽ കടന്നു വന്ന ദൈവമക്കളെ, പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പ്രതീക്ഷയോടെ ദൈവത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഫലം നൽകുവാനിടയാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള ദൂത് ദൈവവചനത്തിലൂടെ
ദൈവീ ആലോചനയായിട്ടൊക്കെ കർത്താവ് നമ്മെ കേൾപ്പിക്കുവാനിടയായി. കർത്താവെ, ഞാനത് ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞ് ഒന്ന് റിസീവ് ചെയ്ത് കടന്നു പോകുവാൻ എത്ര പേർക്കിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ദേശത്തിന് മേൽ വലിയ പ്രവൃത്തി ചെയ്തെടുക്കുവാനുണ്ട്. ഒരു വലിയ മഴയുടെ മുഴക്കം നമ്മുടെ കാതുകൾ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വെറും ഒരു മഴയല്ല, ഇത് അനേക വിത്തുകളെ കിളിർപ്പിക്കുന്ന ഒരു മഴയാണ്. നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു മഴയാണ്. ഒരു വലിയ കൊയ്ത്തിലേക്ക് നടത്തുന്ന ഒരു മഴയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്പസമയം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ചേർന്ന് പ്രാർത്ഥിച്ച്, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് പകലിനെ ഉപയോഗിക്കണമേ, ഇന്ന് പകലിനെ സഹായിക്കണമേ, എന്റെ മേൽ കൃപ പകരണമേ, എന്റെ മേൽ ശക്തി പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് പറഞ്ഞത് അങ്ങനെ സംഭവിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത് അങ്ങനെ സംഭവിക്കട്ടെ. ദൈവ പ്രവൃത്തി നമ്മൾ ആരംഭിക്കുമാറാകട്ടെ. പോരിന്റെ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ, പ്രതിസന്ധികൾ അഴിഞ്ഞു മാറട്ടെ, രാജ്യത്തിന്റെ വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ, ദേശാധിപതികളുടെ വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. അത്തുരജാലകരം തലവൗഷി മേരം പ്രൗഢി ദിബനാഥരക ബോന്തൽ കബരാതുരേ വിഗനേ വൈഡ പ്രബര അത്തുരജാലകരം തന പൗഡ പ്രബനേ ധീരം പൗഡ പ്രബരഗജാലകരം തൽ കൗഡ പ്രബനേ ധിരകാരഗന അക്ഷലവേദികലം ധന പൗഡപരേതകലം ധീരിബരീകൾ കൗഡാരഗന കാലം തമ്മൽ കൗഡ പ്രബര ദൂരഗജാലകരം ധീരിബരി വൈഡ പ്രബരഗജാലകരം തൽ ഖബരാജാല വൈശാരഗന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതേ കാര്യം ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞു. ഒരു സ്പിരിച്വൽ ഷിഫ്റ്റ് ചേഞ്ചിന്റെ സമയം കർത്താവ് അത് ആരംഭിക്കുകയാണ്. ചില നാളുകൾക്ക് മുമ്പാണ് പറഞ്ഞത്, ചില വർഷങ്ങളായി. എങ്കിലും ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അത് വീണ്ടും ഓർപ്പിച്ചെങ്കിൽ സ്തോത്രം, ദൈവത്തിന്റെ സമയമായെന്നാണ് അതിന്റെ അർത്ഥം. ഒരു മഴയുടെ മുഴക്കം ഇത്രയും നാൾ നാം കേട്ടുകൊണ്ടിരുന്നെങ്കിൽ അത് പെയ്യുവാൻ സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കും ദൈവം അത് ചെയ്യാൻ പോകുന്നത്? ഒരു പ്രതീക്ഷയോടെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചാട്ട്, ശ്രദ്ധയോടെ ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവം പറഞ്ഞതൊക്കെ അവൻ അടിവരയിടുന്ന ദൈവമാണ്. അത് അങ്ങനെ തന്നെ ചെയ്തു തരുന്ന ദൈവമാണ്. അവന്റെ വാക്ക് എന്നും അവന്റെ വാക്കിൽ ഇല്ല എന്നുമാകിയാൽ ഇന്ന് പകൽ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തൊക്കെയും അത് ദേശത്തിന്മേലുള്ള ദൈവ പ്രവൃത്തിയാക്കി ദൈവം തീർക്കേണ്ടതിന്, വ്യക്തികളോടുള്ള ദൈവ പ്രവൃത്തിയാക്കി ദൈവം തീർക്കേണ്ടതിന്, ദൈവത്തിന്റെ വിടുതൽ വരും ദിവസം നമ്മുടെ കൺമുൻപിൽ കാണേണ്ടതിന്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യ പ്രവൃത്തികൾ ദൈവം നമ്മുടെ കൺമുൻപിൽ ചെയ്യിക്കേണ്ടതിന്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്, ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചാട്ട്. ചികാന റബാന ചകൽഖന അടഗദന ഹത്തുരാദന വൈഡപ്രബാല റാഥീദികൽക്കനെ വൈഷം പ്രബന്ധകം ദൽഖന ദിഗനി അക്ഷരേ വൈഡജാല തരമസിരി വൈഷപ്രബനി ദിഗൽഖന റാന്ത റബാന ശതലേ പ്രബൽഗനെ വൈഡമന അന്തരജാല വൈദികലക്ഷ താരം ഭാരം വീതികലക്ഷം വൈഡ പ്രബനം ചകനം വൈഡി റീബൽ ഖമന അക്ഷരജാലികരം തരവീതികൾ ഔഷലജാലം വൈഡ പ്രബന തേരേ മേനെ റീബൽ ഖമനാം ഗജരാദം വൈഡപരേതകൾ ഔഷപ്രഭനി അടകം തരകം വൈഡപരാതകലം തലവേദികൾ ഔഷപ്രഭന ധീരി വീരി വൈഡപ്രബല ഗജാലകരം തര വൈഡീരിവനം അത്തരജാലകരം തരവേദി വേദിക്കട്ട വന്തരഘട്ട വൈഡപ്രഭന ധീരകലക്ഷി അന്തൽ ഘടകം വൈഡപരാദം വേദികലക്ഷണ വൈഡപ്രഭന ധീരകലാതകലം തരവേദി വൈഡപ്രഭന ധാരം ഭാരം വൈഡം പ്രഭനം ചരകനദാദികലേതകലക്ഷി മിൽക്കപ്രഭന ധീരകലക്ഷ വൈഡാജാല അന്തൽ ഘടകം വൈഡപരാദം ചീടകലക്ഷം വൈഡപ്രഭനി ധീരക്കട്ടി വൈഡപ്രഭന ധീരകലാദ ഓ ശകൽക്കാരകത്തുരാതകം വൈഡപ്രഭനി ദിഗൽക്കനാദക റംദൽഖമന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ മാതാപിതാക്കളും എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങൾ അവരുടെ അവസ്ഥകളെ മാറ്റട്ടെ. ആത്മീയമായ ഒരു പടിയുടെ അവർ കയറും തക്കവണ്ണം ദൈവസ്ഥലേക്ക് അവരൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കത്തക്കവണ്ണം അവരുടെ പ്രാർത്ഥന ശബ്ദങ്ങൾ ഉയരത്തക്കവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവം അവരെ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവം അവരെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവ ജ്ഞാനം കൊണ്ട് ദൈവം അവരെ നിറയ്ക്കട്ടെ. അവർ പ്രവചിക്കുന്നവരായി തീരട്ടെ. അവർ വെളിപ്പാടുകൾ കാണുന്നവരായി തീരട്ടെ. ഒരു വ്യക്തി പുതിയതായി സഭയിൽ വന്നാൽ അവർ വിവേചിക്കുന്നവരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അക്ഷരവേദികലം ധനവാദികലം ധന വൈഷവരേതകലം ധി വേദികളക്ഷം പ്രൗഢപരാധം ചാടികളക്ഷണ വൈഡപ്രഭനി തീരം പ്രഭനം ചരകം വൈഡം പ്രഭന തിരകാരാധല വൈഷ അന്തൽ ഘടകം പ്രൗഢപരേതകൾ ഔഷ പ്രഭന തിരകൽ കമന തീരകലാതകലം ധന വൈഷി ധീരം പ്രഭനെ തീരകരാധ വൈഡാതകന തീരകലക്ഷണ വൗഡ പ്രഭന താരം വേദം പ്രൗഷേലികരേ തീരാ മൽക്കാരപന ചാല വൈഡ ചാല അന്തര വേദം പ്രൗഷകജേദം വൈഡ പ്രഭന തീരാ രഗന തേരേ വൈഡേ അത്തല ജാലകരം തന ബൗഡേ റീബൽ കബന സൂരകലാദകലം തൽ പ്രൗഢി തേരേ ബേരേ വൈഡേ മേന ശംദാരാധ വൈഡ പ്രഭന തേരെ ഗലാദകലം തല പൗഷ പ്രഭരക ജാലകരം തൽ കബര അടകത്തൽ ഗരഭേദികലാദകലം ധന ബൗഡി പ്രേബിലരേതൽ കൗഡാമനക തീരക ജാലകരം തൽ കബര താരം വാദം വേദികലക്ഷം വൈഡപരാധം ചൂടകരക്ഷം വേദികലക്ഷി വൈഡാരവന അച്ചല വേദികലം ധരവാദകലം തൽ കബനി വൈഡപ്രഭനി ൂരാമാന വൈഡാജാല ദീപാരാധ വൈഡപ്രഭന തേരേ മേരേ വൈഡേ രേദേ അക്ഷാമാന വൈഡാജാല സൂരാമൽക്ക വൈഡാജാല തീരാമാന വൈഡപ്രഭന ദേ രേബ രാബ രാധ രംദ രാധ വൈസമാന വേദമാന ഗത്ത വേദി വേദ ഘട്ട് വൈഡജാല സൂരമാന അടകമാന വേദ മന്ദ രൗഷജാല വേദമാന വത്തുരേതി വീബലക്ഷ വൈഡജാല. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രാമൽ കൗഡ പ്രഭനം ചാലം വേദം പ്രഭനം ചരകം തരകം വൈഡ പ്രഭനി താരകലാദകലംദല ബൗഡപരാദകലേദകലൗഷ പ്രഭനേ തിരകൾ കപാലവശൈലജാലകദല. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ഇന്ന് പകൽ ഇത്രത്തോളം സമയം ദൈവസല്ലാരിപ്പാർ കർത്താവ് കൃപ നൽകി. ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവാത്മാവിൽ ദൈവം നമ്മെ ബലപ്പെടുത്തി. പിന്നെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.